ഹായ് വെൽക്കം ടു ബിഗ് ലേണിംഗ്. RRB NTPC നമ്മുടെ റെയിൽവേയുടെ സൈഡിൽ നിന്ന് നടത്തുന്ന നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയുടെ എക്സാമിനേഷൻ. ഈ ഒരു എക്സാമിന് വേണ്ടി ഒരുപാട് പേര് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടാതെ നമ്മുടെ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാംസും ഇനി വരുന്ന ദിവസങ്ങളിൽ ഉടനെ തന്നെ അതും നടക്കും. അതിനുവേണ്ടി ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിനൊക്കെ വേണ്ടി ഈ റെയിൽവേ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മൾ ഇന്ന് തൊട്ട് ഇവിടെ RRB NTPCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിന്റെ ഫസ്റ്റ് സെഷൻ കൂടിയാണ് ഇത്. സോ ഇത് തൊട്ട് നിങ്ങൾ ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ ഇത് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. എക്സാംസിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഡെഫിനറ്റ്ലി ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ്സ്, ആ ഒരു ക്വസ്റ്റ്യൻസിനെ എങ്ങനെയാണ് ചെയ്യുന്നത്, ഫോർമുല യൂസ് ചെയ്താണോ ചെയ്യുന്നത്, ലെന്തി ആയിട്ടാണോ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുക. അതിനെ ബെറ്റർ മെത്തേഡിലേക്ക് മാറാനും, ഈവൻ നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ്സിനേക്കാളും ബെറ്റർ മെത്തേഡിലേക്ക് മാറാനും, അതിനെ എങ്ങനെ വളരെ പെട്ടെന്ന് എടുക്കാം, ഫോർമുലാസ് ഉപയോഗിക്കാതെ എങ്ങനെ എടുക്കാം, അതുപോലെ തന്നെ നമുക്ക് ഷോർട്ട് കട്ട് ഫോർമുലാസ് എന്തൊക്കെയാണുള്ളത്, വളരെ പെട്ടെന്ന് നമുക്ക് ചുമ്മാ ലോജിക്കലി ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എങ്ങനെ എടുക്കാം എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ വരാൻ പോകുന്ന എക്സാംസിന് വേണ്ടി ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നല്ലപോലെ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കി നമുക്ക് ഇനി മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു സെഷൻസ് കണ്ടിന്യൂ ചെയ്ത് പോകാം. അപ്പം നിങ്ങളും ഈ ഒരു സെഷൻസിന്റെ കൂടെ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ ആൻസേഴ്സ്, നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ്സ് ഒക്കെ തന്നെ നിങ്ങൾ അനലൈസ് ചെയ്യുക. എങ്ങനെ അതിനെ ഇംപ്രൂവ് ചെയ്യാം ഇനി വരുന്ന ദിവസങ്ങളിൽ എന്നുള്ളതും നിങ്ങൾ അനലൈസ് ചെയ്യുക. ഇനി ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ, നമ്മുടെ റെയിൽവേ ആയാലും ശരി, നമ്മുടെ ഗ്രൂപ്പ് ഡി ആയാലും ശരി, നിങ്ങൾക്കറിയാം ഇത് കഴിഞ്ഞ് ഇനി അടുത്ത വർഷത്തെ റെയിൽവേ എക്സാംസിന്റെയും നോട്ടിഫിക്കേഷൻസ് പതുക്കെ പതുക്കെ വരാൻ തുടങ്ങുകയാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ ALPയുടെ ഒരു ഷോർട്ട് നോട്ടീസ് വന്നു കഴിഞ്ഞു. സോ ഒരു കാര്യം ഉറപ്പാണ്, ഇനി വരാൻ ഇരിക്കുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ വർഷം നമ്മൾ കഴിഞ്ഞ വർഷം വിളിച്ച എല്ലാ എക്സാം ഇൻക്ലൂഡിങ് നമ്മുടെ RRB NTPC ഗ്രൂപ്പ് ഡി അടക്കം ഇനി വരുന്ന വർഷവും എന്ത് ചെയ്യാൻ പോവാണ്, ഉറപ്പായിട്ടും വിളിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടി. ബിക്കോസ് നേരത്തെ റെയിൽവേ എക്സാംസ് നിങ്ങൾക്ക് ഒരു ലാഗ്, ഒരു കുറച്ച് വർഷങ്ങളുടെ ഗ്യാപ്പിലാണ് നടന്നുകൊണ്ടിരുന്നെങ്കിൽ ഇനി തൊട്ട് നമ്മുടെ ആ ഒരു റെയിൽവേ എക്സാംസ് കണ്ടിന്യൂസ് എല്ലാ വർഷവും SSC എക്സാംസ് നടത്തുന്ന പോലെ തന്നെ ഒരു ആനുവലി തന്നെ കണ്ടക്ട് ചെയ്യും എന്നുള്ള ഒരു ഐഡിയ നമുക്ക് നേരത്തെ തന്നെ റെയിൽവേ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു നോട്ടിഫിക്കേഷൻ, അടുത്ത വർഷത്തെ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ വന്നാൽ മാത്രമേ നമുക്ക് അതൊരു ഉറപ്പിച്ച് പറയാൻ പറ്റത്തുള്ളൂ. അതിലൊരു കൺഫർമേഷൻ ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. റീസെന്റ് നമ്മുടെ ALPയുടെ ആ ഒരു എക്സാമിന്റെ ഷോർട്ട് നോട്ടീസ് വന്നു കഴിഞ്ഞപ്പോൾ, അപ്പോൾ ഇനി നമ്മുടെ ഈ ALP മാത്രമല്ല, ടെക്നീഷ്യൻ ആയാലും ശരി, നമ്മുടെ RPF RPF ആയാലും ശരി, അതുകൂടാതെ തന്നെ നമ്മുടെ ഈ പറയുന്ന NTPC ഗ്രൂപ്പ് ഡി ഇങ്ങനെയുള്ള എക്സാംസ് ഒക്കെ തന്നെ അടുത്ത വർഷം ഉറപ്പായിട്ടും കണ്ടക്ട് ചെയ്യും എന്നുള്ള ഒരു കാര്യത്തിൽ കൺഫർമേഷൻ ആയി. സോ അതുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരാണെങ്കിൽ പോലും അവർ നിങ്ങളുടെ പ്രിപ്പറേഷൻ അയ്യോ ഇനി സമയമില്ലല്ലോ എന്ന് വിചാരിക്കുന്നതിന് പകരം ആ പ്രിപ്പറേഷൻ ഏറ്റവും നല്ലപോലെ കണ്ടിന്യൂ ചെയ്യുക. ബിക്കോസ് ഈ എക്സാംസ് ഒക്കെ തന്നെ വീണ്ടും നടക്കും എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് എക്സാംസ് ഒക്കെ വീണ്ടും കണ്ടക്ട് ആവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു ഈ ഒരു ALPയുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പം, അല്ലെങ്കിൽ ഷോർട്ട് നോട്ടീസ് വന്നതോടെ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ RRB NTPC എക്സാം ഫോക്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. പക്ഷേ ഉറപ്പായിട്ടും റെയിൽവേ ഗ്രൂപ്പ് ഡി നോക്കുന്നവരായാലും ശരി, റെയിൽവേയുടെ ബാക്കി എക്സാംസ് നോക്കുന്നവരായാലും ശരി, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിന്റെ ഏരിയ ആ ഒരു എക്സാമിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു റെയിൽവേയുടെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, അത് പ്രാക്ടീസ് ചെയ്യുക. അത് നിങ്ങളെ റെയിൽവേയുടെ NTPC എക്സാംസിൽ മാത്രമല്ല ബാക്കിയുള്ള എക്സാംസിൽ ഉറപ്പായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് നമ്മുടെ സിലബസ് എല്ലാം സെയിം ആണ്. നിങ്ങൾക്കറിയാം SSCയുടെ ആയാലും റെയിൽവേയുടെ എക്സാംസിന്റെ ഒക്കെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിലേക്ക് വരുമ്പോൾ സിലബസ് സെയിം ആണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻസിന്റെ ചോദിക്കുന്ന രീതി, ലെവൽ, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമുക്ക് ഒരേ സിലബസിൽ നിന്നാണ് ചോദിക്കുന്നത്, നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഇൻ ബിറ്റ്വീൻ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റൻസിലേക്ക് പോകാം. സോ നമ്മുടെ ഈ ഒരു സെഷനിലെ ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റൻ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഓപ്ഷൻസ്, എക്സാമിൽ കൊടുത്തിരുന്ന ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ ഇത് ഏത് ഷിഫ്റ്റിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്, RRB NTPCയുടെ ഏത് ഡേറ്റിൽ ഏത് ഷിഫ്റ്റിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്നുള്ളത് കൂടി നമുക്ക് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതൊരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും ഈ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ആൻഡ് എപ്പം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളത് കൂടി മനസ്സിലാവാൻ വേണ്ടി. ഇനി വളരെ പെട്ടെന്ന് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്തിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് വളരെ പെട്ടെന്ന് എടുക്കാൻ നോക്കി. നിങ്ങളൊരു പ്രാക്ടീസ് പോലെ കൊണ്ടുപോകുക. വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആൻസേഴ്സ് എടുക്കാൻ ട്രൈ ചെയ്യാം. നോക്കി അങ്ങനെയൊക്കെ. എന്നിട്ട് നിങ്ങൾ ചെയ്ത മെത്തേഡും നിങ്ങൾ എഴുതിയ സ്റ്റെപ്സും നമ്മൾ ചെയ്യുന്ന മെത്തേഡും ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. സ്റ്റെപ്സ് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ സ്റ്റെപ്സ് കുറയ്ക്കുക. പെട്ടെന്ന് എടുക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു മെത്തേഡ്സ് ഒക്കെ തന്നെ നമ്മൾ അപ്രോച്ച് മാറ്റുക. നമ്മുടെ ചെയ്യുന്ന സ്റ്റൈൽ ഒന്ന് മാറ്റിയെടുക്കാൻ നോക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് എടുക്കാം. അപ്പൊ ആദ്യമേ തന്നിരിക്കുന്നത് നമുക്ക് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് 75% ഓഫ് ദി മാർക്ക് പ്രൈസ്. ഇഫ് എ ഡിസ്കൗണ്ട് ഓഫ് 15% ഈസ് അലൗഡ് ദെൻ ദി പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ വളരെ ഷോർട്ടായിട്ട്, നമ്മൾ യൂഷ്വലി പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, ആ ചാപ്റ്ററിൽ തന്നെ 8-9 ഫോർമുലാസ് ഉണ്ട് തുടക്കത്തിൽ തന്നെ. ആൻഡ് ഫുൾ ചാപ്റ്ററിൽ നമുക്ക് ഏകദേശം 20 തൊട്ട് 30 ഫോർമുലാസ് എങ്കിലും ഉണ്ട്. എല്ലാവരും ഈ ഒരു ഫോർമുലാസ് യൂസ് ചെയ്താണ് പണ്ട് സ്കൂളിൽ ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഒരുപാട് പേര് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്.
പക്ഷെ ഫോർമുലാസ് ഒന്നും ഇല്ലാതെ പെർസെന്റേജിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് റേഷ്യോയുടെ കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് ആൻസർ എടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്. ബിക്കോസ് ചാപ്റ്റർ കംപ്ലീറ്റ്ലി ഡിപെൻഡ് ചെയ്യുന്ന തന്നെ പെർസെന്റേജിന്റെ മേളിൽ. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നോക്കിയേ, അവിടെ എന്തെങ്കിലും റിയൽ വാല്യൂ തന്നിട്ടുണ്ടോ? ഇല്ല, എല്ലാം പെർസെന്റേജ് തന്നിരിക്കുന്നത്. 2% അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പെർസെന്റേജിന്റെ കൺസെപ്റ്റ് ഏറ്റവും നല്ലപോലെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റിനെ സോൾവ് ചെയ്യാം. നമ്മൾ പല പല ചാപ്റ്റേഴ്സിന് വേണ്ടി നമ്മൾ ഒരു ചാപ്റ്ററിന് വേണ്ടി 10 കൺസെപ്റ്റ് പഠിച്ച് അങ്ങനെ 10 ചാപ്റ്ററിന് വേണ്ടി 100 കൺസെപ്റ്റ് പഠിച്ച് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് ഒന്നോ രണ്ടോ കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് 10 ചാപ്റ്റർ സോൾവ് ചെയ്യുന്നത്. നമ്മൾ 10 ചാപ്റ്ററിന് വേണ്ടി 100 കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് നമ്മൾ ഈ പറയുന്ന 10 ചാപ്റ്ററിന് വേണ്ടി ഒന്നോ രണ്ടോ കൺസെപ്റ്റ്, ഈ പെർസെന്റേജ് റേഷ്യോയുടെ പോലത്തെ കൺസെപ്റ്റുകൾ നല്ലപോലെ ഉപയോഗിച്ചുകൊണ്ട് ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പോകുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ വളരെ പെട്ടെന്ന് എടുക്കാം. അപ്പൊ അവിടെ ഫസ്റ്റ് ലൈനിൽ പറഞ്ഞെങ്കിൽ നമുക്ക് നേരിടാം. ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് 75% ഓഫ് ദി മാർക്ക്ഡ് പ്രൈസ് എന്നാണ് പറഞ്ഞത്. അപ്പൊ കോസ്റ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് 75% ഓഫ് ദി മാർക്ക്ഡ് പ്രൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 75%ന്റെ ഫ്രാക്ഷൻ എന്താണ്? 3/4 അല്ലേ? അപ്പൊ നമുക്ക് അവിടെ ആ കോസ്റ്റ് പ്രൈസിന്റെയും ആ മാർക്ക് പ്രൈസിന്റെയും ഒരു റേഷ്യോ നമുക്ക് കിട്ടി. ഇനി എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ ഡിസ്കൗണ്ട് ഈസ് 15%, ഇഫ് എ ഡിസ്കൗണ്ട് ഓഫ് 15% ഈസ് അലൗഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിതിനെ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി മാത്രം നമുക്കിതിനെ 30 എന്നും നമുക്കിതിനെ 40 എന്നും എടുക്കാം. നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ 300 എന്നും 400 എന്നും വേണമെങ്കിൽ എടുക്കാം. നമുക്ക് ഈ വേണമെങ്കിൽ കുറച്ചുകൂടി ചെയ്യാൻ എളുപ്പം വേണ്ടി ഇപ്പോൾ പെർസെന്റേജ് ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിനെ 100 റേഞ്ച് എടുക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണെങ്കിൽ നമുക്ക് അതിനെ 300 400 എന്നും എടുക്കാം. ഇനി അവരെന്താ പറയുന്നത്? നമ്മുടെ അവിടെ ഒരു 15% ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഡിസ്കൗണ്ട് എപ്പോഴും കൊടുക്കുന്നത് ഏതിന്റെ മേളിലാണ്? MRPയുടെ മേളിലല്ലേ, അല്ലെങ്കിൽ മാർക്ക്ഡ് പ്രൈസിന്റെ മേളിലാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പൊ 400 രൂപയുള്ള ഒരു സാധനം എന്ന് വിചാരിച്ചു. ആ 400 രൂപയുള്ള സാധനത്തിൽ നമ്മൾ 15% ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 15% വില കുറച്ച് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ 400ന്റെ 15% എത്ര? 4ന്റെ 15% എടുക്കുന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് ചെയ്തത്? 300 400 എടുത്തത്. അങ്ങനെയാണെങ്കിൽ 400ന്റെ 15% എത്ര വരും? നമുക്ക് 4 × 15 60 വരത്തില്ലേ? നമ്മൾ ആ 00 അല്ലെങ്കിൽ നമ്മൾ ആ 400 എടുക്കാൻ കാരണം എന്താ? ആ പെർസെന്റേജ് 2 0 വെട്ടിപ്പോകത്തില്ലേ? അപ്പൊ നമുക്ക് എടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമ്മൾ 40 എടുത്താലും നമുക്ക് അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് 400 ആണെങ്കിൽ ആ പെർസെന്റേജും ആ 2 സീറോയും ക്യാൻസൽ ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ 400 എടുത്തത്. നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് 40 എടുക്കാം, 400 എടുക്കാം, 4000 എടുക്കാം. ബിക്കോസ് അത് റേഷ്യോ ആണ്, അതിനെ നല്ലപോലെ ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് 400ന്റെ 15% 60, നമുക്കത് ഡിസ്കൗണ്ട് വില കുറയുവാണ്. സോ അങ്ങനെയാണെങ്കിൽ മൈനസ് ആവും. അങ്ങനെയാണെങ്കിൽ 400ന് 60 രൂപ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്രയേ കാണത്തുള്ളൂ? 340 അല്ലേ കാണത്തുള്ളൂ. അപ്പൊ അതാണ് നമ്മുടെ ഒരു സെല്ലിംഗ് പ്രൈസിന്റെ കൈൻഡ് ഓഫ് ഒരു റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്കിവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമുക്ക് നോക്കാം. അത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഇവിടുന്ന് ക്ലിയർ ആണ്. നമ്മുടെ CP എന്ന് പറയുന്നത് 300ഉം SP എന്ന് പറയുന്ന 340 നിങ്ങൾക്ക് 300ഉം 340 കൂടി നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും നമുക്ക് ഇവിടുത്തെ ഇത് പ്രോഫിറ്റ് ആണോ ലോസ് ആണുള്ളത്. നമുക്ക് ഇവിടെ വാങ്ങിച്ചത് 300നും വിൽക്കുന്ന 340നും ആണെങ്കിലേ നമുക്ക് ഇവിടെ വില കൂട്ടിയല്ല വിൽക്കുന്നത്. അപ്പൊ ഉറപ്പായിട്ടും എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. അപ്പൊ ഓപ്ഷനിൽ 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തോടെ. ഏത്? ആ ലോസ് എന്ന് കിടക്കുന്ന 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ആയി. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ഓപ്ഷൻസ് അതിന്റെ കൂടെ തന്നെ എലിമിനേറ്റ് ചെയ്ത് പോകണം. എന്നിട്ട് 4 ഓപ്ഷൻ വെച്ച് ആൻസർ മാർക്ക് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ട് എളുപ്പമാണ് 2 ഓപ്ഷൻ വെച്ച് ആൻസർ മാർക്ക് ചെയ്യുന്നത്. ഇനി 15% വരുമോ 13.33 വരുമോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പ്രോഫിറ്റ് എത്രയാണ്? നമുക്ക് ഇവിടുന്ന് 40 ആണ് പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ എഴുതിയേക്കുന്ന വാല്യൂ അനുസരിച്ച് 40 ആണ്. അങ്ങനെയാണെങ്കിൽ അവർ ചോദിക്കുന്ന പ്രോഫിറ്റ് പെർസെന്റേജ് ആണ്. അപ്പൊ പെർസെന്റേജ് എടുക്കാൻ വേണ്ടി പ്രോഫിറ്റ് എത്ര? 40. എപ്പോഴും പ്രോഫിറ്റ് എടുക്കുമ്പോൾ ഏതിനായിരിക്കും ബേസ് ഉപയോഗിക്കേണ്ടത്? CP ആണ് ബേസ് ഉപയോഗിക്കേണ്ടത്. സോ CP എന്ന് പറയുന്നത് എത്രയാണ്? 300 ആണ്. പിന്നെ പെർസെന്റേജ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് × 100 എടുക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് ക്ലിയർലി ആൻസർ എന്താ വരാൻ പോകുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് പ്രോപ്പർലി എന്തായാലും ക്യാൻസൽ ആവത്തില്ല എന്നുള്ളത് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്ത് വരത്തില്ല? 15 വരാൻ ചാൻസ് ഇല്ല. പിന്നെ വരാൻ സാധ്യത അവിടെ ഒരിക്കലും അത് പ്രോപ്പർലി ക്യാൻസൽ ആവില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഈ 2 സീറോയും ഈ 2 സീറോ ക്യാൻസൽ ചെയ്താൽ 40/3 അല്ലേ വരുന്നത്? 40/3 ഒരു പ്രോപ്പർ ഇൻറ്റിജർ വരുമോ? ഇല്ല, ഡെസിമൽ അല്ലേ വരത്തുള്ളൂ. ഇപ്പൊ ഡെസിമൽ ഉള്ള ഇനി ഒരു ഓപ്ഷൻ അല്ലേ ഉള്ളൂ, ഇത് 13.33. അങ്ങനെ ആൻസർ ചെയ്തായിരിക്കും, അതായിരിക്കും. ഇതൊക്കെ ഈ രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത്. എന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് ആൻസർ കണ്ടുപിടിച്ച് അത് ഓപ്ഷൻ ഉണ്ടോ എന്നല്ല നോക്കേണ്ടത്. ചെയ്ത് പോകുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് പോകണം. ഇപ്പൊ അവിടെ നമുക്ക് 2 ഓപ്ഷൻ ആദ്യം എലിമിനേറ്റ് ചെയ്തു, പിന്നെ 2 ഓപ്ഷനേ ഉള്ളായിരുന്നുള്ളൂ. ആ 2 ഓപ്ഷൻ നമ്മൾ ആൻസർ കിട്ടുന്നതിന് മുമ്പേ ആൻസർ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് അവിടെ അറിയാം ഒരു പ്രോപ്പർ 15 എന്നൊരു ആൻസർ വരത്തില്ല, ഇന്റീജർ ആൻസർ ആയിട്ട് വരത്തില്ല, ഡെസിമലെ ആൻസർ വരത്തുള്ളൂ. നമുക്ക് അവിടെ മനസ്സിലായി. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ 40നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്രയെന്ന് വരും? 13.33 എന്ന് വരും. പെർസെന്റേജ് ആണ്. സോ 13.33% ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ C ആണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? സോ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ക്വസ്റ്റൻസിനെ ഹാൻഡിൽ ചെയ്ത് പോകുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ആൻസേഴ്സിലേക്ക് എത്താൻ പറ്റും. അത് നിങ്ങൾ നോക്കിയാൽ നമ്മളവിടെ ഏതെങ്കിലും ഫോർമുല യൂസ് ചെയ്തോ? ഫോർമുല യൂസ് ചെയ്യുകയായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ SP, CP, MP, ഡിസ്കൗണ്ട് പെർസെന്റേജും പ്രോഫിറ്റ് പെർസെന്റേജും ഒക്കെ കണക്ട് ആവുന്ന ഒന്നിൽ കൂടുതൽ ഫോർമുല എടുക്കേണ്ടി വരത്തില്ലായിരുന്നു. പക്ഷെ നമ്മളിവിടെ ഒന്നിൽ കൂടുതൽ ഫോർമുല പോയിട്ട് ഒരു ഫോർമുല പോലും എടുത്തിട്ടും ഇല്ല. നമ്മളവിടെ ജസ്റ്റ് റേഷ്യോ യൂസ് ചെയ്തു. ആ റേഷ്യോ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ആ നമ്പേഴ്സിനെ കുറച്ചുകൂടി വലുതാക്കി. നമുക്കത് ഈ പറഞ്ഞ 3ഉം 4നെ 30ഉം 40ഉം എടുത്ത് ചെയ്യാം.
നമുക്ക് അതിനെ ഈ പറയുന്ന 60 80 എടുത്തും ചെയ്യാം, നമ്മുടെ ഇഷ്ടമാണ്. നമ്മൾ അതിനെ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി 300 400 എടുത്ത് ചെയ്തു. നിങ്ങൾക്ക് വേറെ രീതിയിൽ എടുത്ത് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ആൻസേഴ്സ് നമ്മൾ വളരെ പെട്ടെന്ന് എടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം നമ്മുടെ ടാർഗറ്റ്. ഓക്കെ അല്ലേ? അടുത്ത ദിവസത്തിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എഗെയിൻ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ തന്നെ നമ്മൾ കാണുന്ന ഒരു എന്താ പറയാ ചേഞ്ചിങ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്ന കൺസെപ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ചേഞ്ച് ഇൻ സെല്ലിംഗ് പ്രൈസ് പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ചേഞ്ച് ഇൻ സെല്ലിംഗ് പ്രൈസ്. ഇതിന്റെ ഒരു അഡ്വാൻസ് കൂടി ഉണ്ട്, ചേഞ്ചിങ് സെല്ലിംഗ് പ്രൈസ് ആൻഡ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് ഒന്ന് എടുക്കാൻ നോക്കി. അപ്പോൾ നിങ്ങളുടെ എന്താ പറയുന്നത്, ആൻ ആർട്ടിക്കിൾ വാസ് സോൾഡ് അറ്റ് എ ഗെയിൻ ഓഫ് 12% എന്ന് പറഞ്ഞാൽ ആദ്യം 100 രൂപ ഉണ്ടായിരുന്ന ഒരു ആർട്ടിക്കിൾ ആണെന്ന് വിചാരിച്ചോളൂ. ഈ 100 രൂപ ഉണ്ടായിരുന്ന ആർട്ടിക്കിളിനെ ഇപ്പം വിൽക്കുന്നത് എത്രയെന്നാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 12% ഗെയിൻ, 12% പ്രോഫിറ്റിൽ വിൽക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ 100 രൂപയുടെ സാധനം നമ്മൾ 12% ലാഭത്തിൽ വിൽക്കുകയാണെങ്കിൽ എത്രയിലായിരിക്കും വിൽക്കുന്നത്? 112 നമ്മൾ വിൽക്കുന്നത്. അപ്പൊ അതാണ് നമ്മളുടെ ഒരു ഇനിഷ്യൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി അവിടെ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ഹാഡ് ഇറ്റ് ബീൻ സോൾഡ് ഫോർ ₹33 മോർ, ഞാൻ ഇതിനെ 33 റുപ്പീസ് കൂട്ടി വിറ്റിരുന്നെങ്കിൽ, ഓക്കെ 33 റുപ്പീസ് ആണ്, ബാക്കിയുള്ളതൊക്കെ പെർസെന്റേജ് ആണ്, ശ്രദ്ധിച്ചോണം. അപ്പൊ 33 റുപ്പീസ് കൂട്ടി വിറ്റിരുന്നെങ്കിൽ ദ ഗെയിൻ വുഡ് ഹാവ് ബീൻ 14%. അങ്ങനെയാണെങ്കിൽ എനിക്ക് 12% ലാഭത്തിന് പകരം 14% ലാഭം കിട്ടിയേനെ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ തിരിച്ചും പറയാമല്ലോ. ഞാൻ 12% വിൽക്കുന്നതിന് പകരം 14% വിറ്റിരുന്നെങ്കിൽ എനിക്ക് നേരത്തെക്കാളും 33 രൂപ കൂടുതൽ കിട്ടിയേനെ എന്ന് എനിക്ക് ഇതിനെ തിരിച്ചും പറയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ 12% ലാഭത്തിൽ വിൽക്കുന്നതിന് പകരം 14% ലാഭത്തിൽ വിറ്റാൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. അപ്പോൾ 100നെ 14% ലാഭത്തിൽ വിറ്റാൽ നമ്മൾ വിൽക്കുന്നത് എത്രയിലായിരിക്കും? 114 വിൽക്കുന്നത്. അതാണ് നമ്മുടെ പുതിയ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്, ന്യൂ SP എന്ന് നമുക്ക് പറയാം. അപ്പൊ അതാണ് ചേഞ്ച് ഇൻ SP എന്ന് പറയുന്നത്. ഒരു SP ആൻഡ് രണ്ടാമത്തെ വേറൊരു SP, ചേഞ്ച് ഇൻ SP. ഇനി നമുക്ക് ഇവിടുത്തെ വേരിയേഷൻ എത്രയാണ് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടുത്തെ വേരിയേഷൻ ചെക്ക് ചെയ്ത് എത്ര പെർസെന്റേജിന്റെ വേരിയേഷൻ ഉണ്ട്? 2% വേരിയേഷൻ ഉണ്ട്. ആൻഡ് അവിടെ ക്വസ്റ്റിനിൽ പറഞ്ഞേക്കുന്നത് 33 മോർ എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഇവിടെയും കാണാൻ പറ്റും, നേരത്തെ 112 ആയിരുന്നു, ഇപ്പൊ 114 ഉണ്ട്, മോർ ആണ്. അപ്പൊ നമ്മൾ ചെയ്ത ശരിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇനി ഒന്ന് കമ്പയർ ചെയ്താൽ മതി. അവരെന്താ പറയുന്നത്? ഈ പഴയതും പുതുതും തമ്മിൽ 33 രൂപയുടെ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും പെർസെന്റേജിൽ നമുക്കവിടെ 2%ന്റെ വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 2% എന്ന് പറയുന്നത് ആയിരിക്കണ്ടേ അവർ പറഞ്ഞേക്കുന്ന 33 റുപ്പീസ് എന്ന് പറയുന്നത്. ഇപ്പൊ 2% 33 റുപ്പീസ് ആണെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താ? കോസ്റ്റ് പ്രൈസ് ഓഫ് ദി ആർട്ടിക്കിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബേസ് ആണ്, 100 ആണ്. നമ്മളോട് ആദ്യം 100 നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ നമ്മളോട് 100 എത്ര ആണ് എന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 100 എത്ര എന്ന് കണ്ടുപിടിച്ചാൽ മതി, പോരെ നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടി? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാം. ആ 2 × 50 ചെയ്യുമ്പോഴല്ലേ നമുക്ക് 100 വരുന്നത്. 2 × 50 ആണ് 100 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ 33 × അതേ 50 ചെയ്താൽ പോരെ. അപ്പൊ 33 × 50 ചെയ്യുമ്പോൾ നമുക്ക് 33 × 5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 165 എന്ന് വരും. 33 × 5 165, പിന്നെ ഒരു 0 കൂടി ഉണ്ട്. സോ അങ്ങനെ ഈ 1650 എന്ന് നമുക്ക് ആൻസർ വരത്തില്ലേ? സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ഡി അല്ലേ നമ്മുടെ ആൻസർ. സോ അതാണ് നമ്മുടെ ആൻസർ, സിമ്പിൾ ആയിട്ട്. അപ്പൊ നോക്കിയാൽ ഇപ്പോഴും നമ്മളവിടെ 2 ഫോർമുലയൊക്കെ എടുത്ത് ചെയ്യേണ്ടതാണ്. നമ്മുടെ ഒരു ആദ്യത്തെ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും, രണ്ടാമത്തെ ഒരു സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും കൂടി എടുത്താണ് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അങ്ങനെ 2 ഫോർമുല ഒന്നും എടുക്കാൻ നിന്നില്ല, നമ്മൾ വളരെ പെട്ടെന്ന് ആൻസർ എടുത്തു. ഇനി നിങ്ങൾക്ക് ഈ ക്വസ്റ്റിനെ കുറച്ചുകൂടി പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അവിടെ ക്വസ്റ്റിനിൽ രണ്ടും പ്രോഫിറ്റ് ആണ് പറഞ്ഞേക്കുന്നതെങ്കിൽ നിങ്ങൾ അത് രണ്ടും കൂടി എടുത്തങ്ങ് മൈനസ് ചെയ്തേക്കുക. രണ്ടും ക്വസ്റ്റിനിൽ ലോസ് പെർസെന്റേജ് ആണ് പറയുന്നതെങ്കിൽ നിങ്ങൾ രണ്ടും എടുത്തങ്ങ് മൈനസ് ചെയ്തേക്കുക. പക്ഷെ ക്വസ്റ്റിനിൽ ഒരെണ്ണം പ്രോഫിറ്റും ഒരെണ്ണം ലോസ് എന്നാണ് പറഞ്ഞെങ്കിൽ രണ്ടും കൂടി എടുത്ത് എന്ത് ചെയ്യുക? അങ്ങ് ആഡ് ചെയ്യുക. ഇപ്പൊ ഈ ക്വസ്റ്റിനിൽ എന്താ പറഞ്ഞിരുന്നത്? 12% പ്രോഫിറ്റും അതുപോലെ തന്നെ 14% പ്രോഫിറ്റ് എന്നല്ലേ പറഞ്ഞിരുന്നത്. അങ്ങനെ ഈ 2 പ്രോഫിറ്റ് ആണെങ്കിൽ എടുത്ത് എന്ത് ചെയ്യാനാ പറഞ്ഞത്? ഞാൻ മൈനസ് ചെയ്യാനല്ലേ പറഞ്ഞത്. ഇപ്പൊ രണ്ടും കൂടി മൈനസ് ചെയ്താൽ എത്ര വരും? 2% വരത്തില്ലേ? അപ്പൊ നമ്മൾ ആ ഇത്രയും ചെയ്ത് വരച്ചെടുത്ത 2% ഇല്ല, നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്ട്ലി ചുമ്മാ ക്വസ്റ്റ്യൻ നോക്കി എടുക്കാൻ പറ്റും. ആൻഡ് ആ 2% ആണ് നമ്മുടെ ഈ 33 റുപ്പീസ് എന്ന് പറയുന്നത്. ആണെങ്കിൽ CP കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100%, ആ 100% കണ്ടുപിടിച്ചാൽ മതി ആൻസർ കിട്ടാൻ. നമുക്ക് ഇതേപോലെ ചെറിയ 2 ലൈനിൽ ആൻസർ വരും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ ബാക്കി നമ്മൾ അങ്ങ് സോൾവ് ചെയ്താൽ മതി. 1650 നമുക്ക് ആൻസർ വരും. നമുക്ക് അതിനെ ഇങ്ങനെയും എടുക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ ഇപ്പൊ നമ്മൾ എടുത്തതും ഷോർട്ട് കട്ട് ആണ് എടുത്തേക്കുന്നത്, ഒരുപാടൊന്നും എഴുതിയിട്ടില്ല, വളരെ ഈസി ആയിട്ട് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അതിനെ ഇനിയും ഷോർട്ട് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എപ്പോഴും നമ്മൾ പഠിക്കുന്ന മെത്തേഡ്സിന് പിന്നെയും ഷോർട്ട് ആക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ മാത്സ് തന്നെ നല്ലപോലെ മനസ്സിലാകുന്ന രീതിയിലാണ് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനെ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. Next question. A sum of money of ₹2,600 was lent out in 2 parts in such a way that the simple interest on the first part at 10% per annum for 5 years is the same as the interest on the second part at 9% per annum for 6 years.
ദ പാർട്ട് ലെൻഡ് ഔട്ട് അറ്റ് 10% ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റിലും നമുക്ക് ബേസ്ഡ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ഉണ്ട്. അപ്പോൾ ഏറ്റവും ലെന്തി ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഈ ബേസ്ഡ് ഓൺ ഡിസ്ട്രിബ്യൂഷന്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റിൽ. സോ ആ ഒരു കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റൻ ആണ്, ബേസ്ഡ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ എന്താ സംഭവിക്കുന്നത് കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പിൾ തന്നെ രണ്ട് പാർട്സ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവും. P1 P2 ചിലപ്പം P3. ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് പാർട്സ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നുള്ളൂ. അപ്പോൾ ക്വസ്റ്റിൽ പറയുന്നത് ഒരു സം ഓഫ് മണി 2600 റുപ്പീസ് ആണ് അതുള്ളത് നമുക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ആ P1 പ്ലസ് P2 എന്ന് പറയുന്നത് നമ്മുടെ 2600 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ രണ്ട് പാർട്ടായിട്ട്, എത്രയെന്ന് പറയുന്നില്ല, പക്ഷെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു പാർട്ടിനെ 10% പെർ ആനം 5 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതിൻ്റെ അടുത്തത് ഒരു 9% പെർ ആനം 6 ഇയേഴ്സിലേക്ക് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ അവിടെ ചോദിക്കുന്നത് ഈ 10% എന്ന് പറയുന്ന ആ ഒരു ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ ആ പാർട്ട് എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എപ്പോഴും അവിടെ ഒരു റിലേഷൻ തന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് അവിടെ കാണാൻ പറ്റും ഇൻ സച്ച് എ വേ ദാറ്റ് ദി സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ദി ഫസ്റ്റ് പാർട്ട് അറ്റ് 10% പെർ ആനം ഫോർ 5 ഇയേഴ്സ് ഈസ് സെയിം ആസ് ദി ഇൻട്രസ്റ്റ് ഓൺ ദി സെക്കൻഡ് പാർട്ട് അറ്റ് 9% പെർ ആനം ഫോർ 6 ഇയേഴ്സ്. നമുക്ക് ഈ ആദ്യത്തെ പാർട്ടിൽ നിന്ന് ഈ പറയുന്ന ടൈമിൽ ഈ പറയുന്ന റേറ്റിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സെയിം ആണ് നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ ഈ പറയുന്ന പെർസെൻറ്റേജ് ഈ പറയുന്ന ടൈമിൽ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ആ റിലേഷൻ ഒന്ന് എഴുതുകയാണെങ്കിൽ നമ്മുടെ P1 എന്ന് പറയുന്ന പാർട്ടിൽ നിന്ന് 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നമുക്ക് 5 വർഷത്തേക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് നമുക്കറിയാം PRT/100നെ നമ്മൾ P ഇൻറ്റു R% ഇൻറ്റു T എന്നാണ് എടുത്തേക്കുന്നത്. അത് തന്നെയാണ് ആ ഒരു ഇൻട്രസ്റ്റ് തന്നെയാണ് നമുക്ക് എവിടെ നിന്നും കിട്ടുന്നത്. രണ്ടാമത്തെ പാർട്ട് ഓഫ് പ്രിൻസിപ്പളിൽ നിന്ന് 9% നമ്മൾ 6 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? P1 ആൻഡ് P2യുടെ റേഷ്യോ നമുക്ക് കിട്ടും. ആൻഡ് P1 പ്ലസ് P2 എത്രയാണെന്ന് നമുക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ ഈ ചോദിച്ചേക്കുന്നത് ആ 10% ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന എത്രയാണ്, എത്ര പ്രിൻസിപ്പൾ ആണ്, P1 എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ഈ 10% ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നതാണ് P1 എന്ന് പറയുന്നത്. അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് ആൻസർ ഒന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആ പെർസെൻറ്റേജ് അങ്ങ് ക്യാൻസൽ ചെയ്യാം. ഇവിടെ നമുക്ക് ഫെർദർ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ 6നെ ക്യാൻസൽ ചെയ്ത് 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 3 എന്നും നമുക്ക് ഈ 10നെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 5 എന്നും വരും. സോ ഇവിടെ നമുക്ക് ഈ P1 ബൈ P2 എന്ന് പറയുന്ന ഒരു കറസ്പോണ്ടിങ് റേഷ്യോ നമുക്ക് എത്ര കിട്ടും? 3 × 9 27 ബൈ 5 × 5 25 എന്ന് കിട്ടും. ഇനി നമുക്ക് ക്ലിയർലി പറഞ്ഞിട്ടുണ്ട് ആ P1 ഉം P2 കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ പ്രിൻസിപ്പൾ ആയ 2600 എന്ന് ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നമുക്കിവിടെ ഈ ഒരു 27 25 ആണ് നമ്മുടെ P1 P2യുടെ കറസ്പോണ്ടിങ് റേഷ്യോസ്. സോ നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് അത് കറക്റ്റ് എത്ര വരുന്നുണ്ട്? 52 വരുന്നുണ്ട്. അങ്ങനെ ഈ 52 എന്ന് പറയുന്നതാണ് അവർ എത്രയും നമുക്ക് തന്നിരിക്കുന്നത്, ₹2600 എന്ന് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ എന്ത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്? P1 എത്രയാണ്, ആ 10% ഇൻവെസ്റ്റ് ചെയ്തത് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 10% ഇൻവെസ്റ്റ് ചെയ്തതാണ് 27 എന്ന് പറയുന്ന കറസ്പോണ്ടിങ് റേഷ്യോ. അങ്ങനെ നമ്മൾ ആ 27 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ ആൻസർ കിട്ടാൻ വേണ്ടി. അത് കണ്ടുപിടിക്കാൻ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമ്മുടെ ഈ 52യുടെ ഹാഫ് ആണ് ഈ 26 എന്ന് പറയുന്നത്. നമ്മുടെ ആ 52ന്റെ ഇനി ഒന്ന് കമ്പയർ ചെയ്യുക, ആൻസർ എടുക്കുക. ഓക്കെ, നമ്മൾ എപ്പോഴും ഈ ഒരു സ്റ്റെപ്പ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കമ്പയർ ചെയ്യുക, ആൻസർ എടുക്കുക. അങ്ങനെയാണെങ്കിൽ ആ 52യുടെ പകുതിയാണ് 26. അങ്ങനെയാണെങ്കിൽ ഈ 27ന്റെ പകുതി എത്ര വരും? നമുക്ക് 13.5 എന്ന് വരും. പക്ഷെ അവിടെ 2 0 കൂടി ഉണ്ടായിട്ട് നമ്മൾ അതുകൂടി അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതെന്ത് വരും? 13.5 എന്നുള്ളത് അത് അങ്ങ് 50 എന്നാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ₹1350 എന്ന് നമുക്ക് ആൻസർ വരും. അപ്പൊ അതിന്റെ ഹാഫ് എടുത്തിട്ട് പിന്നെ അതിന്റെ കൂടെ എന്തുകൂടി ചെയ്തു? അത് ആ 2 zeros നമുക്ക് അവിടെ ഉള്ള 2 zeros കൂടി അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന വാല്യൂ എന്താണ് എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഓപ്ഷനിലേക്ക് വരുമ്പം ഓപ്ഷൻ സി ആ ഒരു 1350 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും ഒരു 2 ലൈൻ, ആ 2 ലൈനിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈവൻ ദോ നമ്മൾ പ്രോപ്പർലി ഫുള്ള് ചെയ്തു പോയിട്ട് പോലും 2 ലൈൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. നമ്മൾ അവിടെ അങ്ങനെ വലിയ ഫോർമുലാസ് ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ സിമ്പിൾ ആയിട്ടുള്ള ഫോർമുലാസിനെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എഴുതുന്ന രീതിയിൽ എടുത്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്ത് പോയിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അടുത്തതും നമ്മുടെ ഒരു സിമ്പിൾ ഇൻട്രസ്റ്റിന് തന്നെ ക്വസ്റ്റ്യൻ ആണ് ഐ തിങ്ക്. അതെ, നമുക്കപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എ സം ഓഫ് ₹5,000 വാസ് ലെൻഡ് partly at 5% simple interest per annum and partly at 10% simple interest per annum. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കൊരു പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ട്. അതിനെ 2 പാർട്ടായിട്ട് ഒരെണ്ണത്തിന് 5%ലും മറ്റേ 10%ലും ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ടോട്ടൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആഫ്റ്റർ 5 years വാസ് ₹1,750. Find the amount of money that was lent out at 10% simple interest per annum. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ ആ ചോദിച്ചേക്കുന്ന 10%ൽ
ലെൻഡ് ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എത്രയാണ് പ്രിൻസിപ്പൽ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ടോട്ടൽ പ്രിൻസിപ്പൽ അല്ല, ആ ഒരു ഇപ്പൊ നമുക്ക് P1 P2 എന്ന് എടുക്കുകയാണെങ്കിൽ ആ 10% ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന പ്രിൻസിപ്പൽ എത്രയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് നേരത്തെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് അറിയാം ക്വസ്റ്റിന്റെ അകത്ത് നമുക്ക് ടൈം തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നമുക്ക് ആഫ്റ്റർ 5 years എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ഒരു രീതി ചെയ്തു അല്ലെ. ഇനി ഈ ക്വസ്റ്റിനെ നമുക്ക് വേറെ ഒരു രീതിയിൽ കുറച്ചുകൂടി പെട്ടെന്ന് ആൻസർ എടുക്കുന്ന നിങ്ങൾ കാണിച്ചു തരാം. എന്താണ് നമുക്ക് അവിടെ എന്ത് തന്നിട്ടുണ്ട്, ഈ 5 വർഷം കൊണ്ട് ഈ 2 കേസിൽ നിന്ന് കൂടി കിട്ടുന്ന ടോട്ടൽ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. അത് 1750 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലേ വേറൊരു മെത്തേഡിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് ആൻസർ എടുക്കുന്ന രീതിയിൽ നമുക്ക് ഇത് എടുക്കാൻ പറ്റും. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മൊത്തം നമുക്ക് കിട്ടുന്ന ആ ഒരു സിമ്പിൾ ഇൻട്രസ്റ്റ് പലിശ എന്ന് പറഞ്ഞാണ് 1750. അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മൊത്തം 5000 റുപ്പീസ് അല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. രണ്ടായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ പോലും നമുക്ക് ആ രണ്ടിൽ നിന്നും കൂടി ചേർത്ത് ആ 5000 നിന്ന് കിട്ടുന്ന 2 കൂടി ചേർത്തുള്ള ഇൻട്രസ്റ്റ് ആണ് 1750. അങ്ങനെയാണെങ്കിൽ ശരിക്കും നമുക്ക് വരുന്ന ആ ഇൻട്രസ്റ്റിന്റെ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു നെറ്റ് റേറ്റ്, ഓക്കെ, നമുക്ക് മൊത്തം കിട്ടുന്ന ഇൻട്രസ്റ്റ് നെറ്റ് റേറ്റ് എത്ര എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് മൊത്തം 1750 രൂപയാണ് കിട്ടുന്നത്. എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത് നമുക്ക് എന്തോ ഒരു ടോട്ടൽ പെർസെന്റേജിൽ. അങ്ങനെയാണെങ്കിൽ അത് എത്ര എന്ന് ചെക്ക് ചെയ്യാം. സോ ഈ 2 സീറോസും ഈ 2 സീറോയും ക്യാൻസൽ, ഈ സീറോസും ക്യാൻസൽ. ആ 175 നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര വരും? 35% എന്ന് വരും. അപ്പൊ 35% എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം, ആ നെറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന മൊത്ത റേറ്റ് ഇൻറ്റു മൊത്ത ടൈമാണ് നെറ്റ് റേറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് എത്ര വർഷം കൊണ്ടാണ് ഈ 35% വരുന്നത്? നമുക്ക് മൊത്തം 5 വർഷം കൊണ്ടാണെന്ന് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട്. 5 വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് എന്താ വരുന്നത് നമുക്ക് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാമല്ലോ. അപ്പൊ 5 വർഷം കൊണ്ടാണ് നമുക്ക് 35% വരുന്നെങ്കിൽ ഒരു വർഷം കൊണ്ട് എത്ര പെർസെന്റേജ് വരും? നമുക്കറിയാം 5 into 7 ആണ് ഈ 35 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ 5 into 7 ആണ് 35 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 1 into 7 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തന്നെ വരും? 7% വരും. അപ്പൊ ഒരു വർഷം ഇവിടുന്ന് കിട്ടുന്ന ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു മീൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന 7% ആണ് എന്ന് പറയാം. ഒരു വർഷം എനിക്ക് ഒരു ആവറേജ് 7% വെച്ചൊക്കെ കിട്ടുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഒരു 7% എന്നൊരു ആംഗിൾ പറയാം. അങ്ങനെയാണെങ്കിൽ ഇനി ആൻസർ എടുക്കാൻ വളരെ ഈസി ആയിട്ട്, ഓക്കെ, നമുക്ക് ഈ ഒരു വാല്യൂ അവിടെ നിന്ന് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ വളരെ പെട്ടെന്ന് എടുക്കാനുള്ള ഒരു മെത്തേഡ് കാണിച്ചു തരാം. ഞാൻ അവിടെ A, B എന്ന് 2 പാർട്സിലായിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അത് എടുക്കുകയാണ്. ആദ്യത്തെ പാർട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന 5% പലിശയിലും രണ്ടാമത്തെ പാർട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന 10% പലിശയിലുമാണ്. ആൻഡ് ഇവിടുന്ന് ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു മീൻ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കിട്ടുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജ്? 7%. എല്ലാ വർഷം എനിക്ക് ഒരു ആവറേജ് 7% വെച്ച് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ മീൻ ഒരു 7% വെച്ച് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചുകൊണ്ട് ഞാൻ ഇതിനൊന്ന് അലിഗേറ്റ് ചെയ്യുവാണെങ്കിൽ വളരെ പെട്ടെന്ന് എനിക്ക് ഇവിടെ 2 എന്നും വരും. ആൻഡ് വളരെ പെട്ടെന്ന് എനിക്ക് ഇവിടുന്ന് എത്രയെന്ന് വരും? 3 എന്നും വരും. അപ്പൊ എനിക്ക് ഇവിടുന്ന് 3:2 എന്ന് റേഷ്യോ വരുവാണ്. എന്തിന്റെ? എന്റെ എയുടെയും ബിയുടെയും ഇൻവെസ്റ്റ്മെന്റിന്റെ എനിക്ക് താഴെ കിട്ടുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ആ എയുടെയും ബിയുടെയും റേഷ്യോ ആയിരിക്കത്തില്ല കിട്ടുന്നത് നമ്മുടെ മിസ്റ്റർ ആൻഡ് അലിഗേഷന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ. ആൻഡ് നമുക്കിവിടെ 3+2 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 5 ആണ്. ആ 5 ആണ് അവർ എത്രയെന്ന് കൊടുത്തേക്കുന്നത്? 5000 എന്ന് കൊടുത്തേക്കുന്നത്, 5000 റുപ്പീസ് എന്ന് കൊടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? ആ 10% ഇൻവെസ്റ്റ് ചെയ്യുന്നത്, 10% ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെ ആ 2 എന്ന് പറയുന്ന റേഷ്യോ കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ 5 എന്ന് പറയുന്ന 5000 ആണെങ്കിൽ ഈ 2 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 2000 ആയിരിക്കണ്ടേ? അതുപോലെ ആ 3 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 3000 ആയിരിക്കണ്ടേ? അതല്ലേ ടോട്ടൽ 2000 3000 കൂടി ചേർത്ത് 5000 രൂപ വരുന്നത്. അങ്ങനെ ആൻസർ എത്രയെന്ന് വരും? ഓപ്ഷൻ സി 2000 എന്ന് വരും. അപ്പൊ നോക്കിയേ, കുറച്ചുകൂടി പെട്ടെന്ന് ആൻസർ കണ്ടുപിടിച്ചു. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റിനും സെയിം ക്വസ്റ്റൻ ആയിരുന്നു. ഇവിടെയും ഓൾമോസ്റ്റ് സെയിം ക്വസ്റ്റൻ തന്നെയാണ്. പക്ഷെ ഈ ക്വസ്റ്റിൽ എന്താ സ്പെഷ്യൽ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ മൊത്തം കിട്ടുന്ന പലിശ ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തു? മൊത്തം പലിശ 5 വർഷം കൊണ്ട് എത്ര കിട്ടുന്നുണ്ട്, നെറ്റ് റേറ്റ് എത്ര വരുന്നുണ്ട് എന്നുള്ളത് എടുത്തിട്ട് അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആൻസർ ഇങ്ങനെ കണ്ടുപിടിച്ചു. അപ്പോൾ അത് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് അലിഗേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ അത് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ ടോട്ടൽ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു മെത്തേഡാണ് നമ്മൾ ഇപ്പം ചെയ്ത ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതേപോലത്തെ ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കിട്ടുന്ന സമയത്ത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വളരെ അപ്പോൾ ഇതേപോലത്തെ ഓരോ രീതിയിലും നമ്മൾ അതിനെ എങ്ങനെ പെട്ടെന്ന് എടുക്കാം, എങ്ങനെ വന്നാൽ എങ്ങനെ എടുക്കാം, എങ്ങനെ പെട്ടെന്ന് എടുക്കാം എന്നുള്ള മെത്തേഡ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എന്ത് ചെയ്യണം? അത് വളരെ സ്മൂത്ത് ആക്കി എടുക്കണം. കാണുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ എടുത്താൽ പെട്ടെന്ന് വരും എന്നുള്ള ഒരു പോയിന്റിലേക്ക് നമ്മൾ റീച്ച് ചെയ്യണം. അത് ഒരു വട്ടം ചെയ്താൽ പറ്റത്തില്ല. നമ്മൾ ആ ക്വസ്റ്റൻസിനെ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളവർ ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അത് വളരെ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. പക്ഷെ കുറച്ച് പേർക്ക് എന്ത് ചെയ്യും? അവർ ഫോർമുലയും അങ്ങനെയുള്ള മെത്തേഡ്സിലേക്കൊക്കെ ആയിരിക്കും പോകുന്നത്. പെട്ടെന്ന് മൈൻഡിൽ വരുന്ന ഫോർമുല തന്നെ ആയിരിക്കും മൈൻഡിൽ വരുന്നത്. വേറെ ഇതേപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കൽ മെത്തേഡ്സ് നമുക്ക് പെട്ടെന്ന് മൈൻഡിൽ വരത്തില്ല. പക്ഷേ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ തന്നെ വളരെ സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ്. നമ്മൾ റിയൽ ലൈഫിൽ വളരെ ലോജിക്കലി എടുക്കുന്ന ചാപ്റ്റേഴ്സ് ആണ്. അതിനെ അതേപോലെ തന്നെ എടുത്തു പോകാൻ നോക്കുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ അല്ലേ? അടുത്ത ദിവസത്തിലേക്ക് പോകാം. അടുത്ത നമ്മുടെ ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ക്വസ്റ്റൻ ആണ്. ആക്ച്വലി സിമ്പിളും കോമ്പൗണ്ടും കൂടി ചേർന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമുക്ക് അവിടെ സിമ്പിളും കോമ്പൗണ്ടും രണ്ടിന്റെയും ഫോർമുല ചിലപ്പോൾ എടുക്കേണ്ടി വരും. പക്ഷേ വളരെ പെട്ടെന്ന് അങ്ങനെ ആൻസർ എടുക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം ഓഫ്
on a sum of amount for 2 years at 10% per annum is rupees 500. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഈ 2 വർഷം കൊണ്ട് 10% വരുന്ന പലിശ 5000 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ദി സെയിം സം, ഏതോ ഒരു പ്രിൻസിപ്പൾ നമുക്കറിയത്തില്ല, അറ്റ് ദി സെയിം റേറ്റ് ഫോർ ദി സെയിം ടൈം എന്ത് വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തോ ഒരു പ്രിൻസിപ്പളിൽ 2 വർഷത്തേക്ക് 10% വരുന്ന പലിശ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 500 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഇതേ സെയിം പ്രിൻസിപ്പളിന് ഇതേ സെയിം ടൈമിൽ ഇതേ സെയിം റേറ്റിൽ വരുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര ആയിരിക്കും എന്നാ ചോദിച്ചിരുന്നത്. വളരെ ഈസി ആയിട്ട് ആൻസർ എടുക്കാൻ വേണ്ടി നമ്മൾ ഇപ്പം നേരത്തെ ചെയ്ത നെറ്റ് റേറ്റിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യാം. നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് നെറ്റ് റേറ്റ്. മൊത്തം പലിശ എത്ര വരും എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലേ, ആ ഒരു സംഭവം. ഇപ്പൊ നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം അവിടെ നമ്മുടെ നെറ്റ് റേറ്റ് എടുക്കുന്നത് എങ്ങനെയാ, ഈ R%T എന്ന് പറഞ്ഞുകൊണ്ടാണ് നെറ്റ് റേറ്റ് എടുക്കുന്നത് നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ. ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് നെറ്റ് റേറ്റ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമ്മൾ ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ നെറ്റ് റേറ്റ് ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ 2 വർഷത്തേക്ക് 10% വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തം പലിശ എത്ര വരുന്നുണ്ട്, 20% പലിശ വരുന്നുണ്ട്. ആൻഡ് ആ 20% പലിശ എന്ന് പറഞ്ഞാണ് അവർ എത്രയെന്ന് കൊടുത്തേക്കുന്നത്, 500 രൂപ എന്ന് കൊടുത്തേക്കുന്നത്. മൊത്തം വരുന്ന പലിശ 500 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതേ സംഭവം നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, നമ്മൾ ഇതേ നെറ്റ് റേറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എടുക്കുകയാണെങ്കിൽ അതിനെ എങ്ങനെയാണ് എടുക്കേണ്ടത്, നമ്മുടെ സക്സസീവിടെ കൺസെപ്റ്റ് ഇല്ലേ, A+B+AB/100, ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. A+B+AB/100 എന്ന് പറയുന്നത് നമ്മുടെ പെർസെന്റേജിന്റെ സക്സസീവ് പെർസെന്റേജ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസിന്റെ കൺസെപ്റ്റ്. പിന്നെ ഇവിടെ 2% സെയിം അല്ലേ എന്ന് പറഞ്ഞാൽ 2 വർഷത്തേക്കാണ്. പക്ഷെ പെർസെന്റേജ് ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്ത് തന്നെ ആയിരിക്കും, സെയിം തന്നെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ തന്നെ എടുക്കാം, 10 + 10 × 10/100 എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്കത് മൈൻഡിൽ എടുക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ എടുക്കാൻ നല്ലപോലെ അറിയാവുന്ന ഒരാൾ ഇത് മൈൻഡിൽ അങ്ങ് എടുക്കത്തേ ഉള്ളൂ. ഇപ്പൊ സിമ്പിൾ അത് 20 ആണെങ്കിൽ കോമ്പൗണ്ട് അത് 20നേക്കാളും കുറച്ചുകൂടി കൂടുതലായിരിക്കും. എത്ര കൂടുതൽ വരുന്നതെന്ന് ചോദിച്ചാൽ ആ 10 + 10 20 എന്തായാലും വരും. അത് കൂടാതെ നമുക്ക് ഇവിടുന്ന് എന്തുകൂടി വരും, ഒരു 1% എക്സ്ട്രാ വരും. അങ്ങനെയാണെങ്കിൽ മൊത്തം 21% വരും. അപ്പൊ അതാണ് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ 20 എന്ന് പറയുന്നത് 500 രൂപയാണെങ്കിൽ 21 എന്ന് പറഞ്ഞാൽ എത്ര എന്ന് കണ്ടുപിടിച്ചാൽ മതി ആൻസർ കിട്ടാൻ വേണ്ടി. അപ്പൊ നമുക്കറിയാം 2 × 25 ചെയ്യുമ്പോഴാണ് 50 വരുന്നത്. പിന്നെ ആ 0 കൂടി. അങ്ങനെയാണെങ്കിൽ 21 × അതേ 25 ചെയ്താൽ പോരെ. അപ്പൊ നമുക്ക് 20 × 25 ചെയ്യുമ്പോഴും 21 × 25 ചെയ്യുമ്പോൾ ഒരു 25 കൂടത്തല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് 500 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും, 525 ആയിരിക്കും. നിങ്ങൾക്ക് അറിയാൻ പറ്റും അവിടെ നമ്മളത് വളരെ ഷോർട്ട് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോമിലോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോമിലോ എടുത്തിട്ടില്ല. നമ്മൾ രണ്ടും എടുക്കാതാണ് ചെയ്തേക്കുന്നത്. ആൻഡ് നിങ്ങൾക്കറിയാം അവിടെ ഇനിയും സ്റ്റെപ്സ് കുറയ്ക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ എഴുതുന്ന 20 തൊട്ട് ഇവിടെ വരെ എഴുതുന്ന സ്റ്റെപ്സ് ഇല്ലേ, അതാണ് ശരിക്കുള്ള നമ്മൾ എഴുതേണ്ടിയ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ബാക്കി ഇങ്ങോട്ടുള്ളതൊക്കെ തന്നെ നമുക്ക് മൈൻഡിൽ എടുക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് അത് മൈൻഡിൽ തന്നെ എടുത്ത് പഠിക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്കിവിടെ പ്രിൻസിപ്പിൾ അറിയോ, പ്രിൻസിപ്പിൾ അറിയത്തില്ല. നമ്മൾ കണ്ടുപിടിച്ചോ, അതും കണ്ടുപിടിച്ചിട്ടില്ല. യൂഷ്വലി ഒരുപാട് പേര് എന്ത് ചെയ്യും, ആ പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് അറിയാം, ടൈം അറിയാം, റേറ്റ് അറിയാം, പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കാം, എന്നിട്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. നമ്മൾ പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ചോ, കണ്ടുപിടിച്ചിട്ടില്ല. നമുക്ക് ഈ പറയുന്ന സിമ്പിൾ ഇൻട്രസ്റ്റിന്റെയോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെയോ ഫോർമുലാസ് നമ്മൾ എടുത്തു. ഇതിന്റെ ഒന്നിന്റെയും ഫോർമുലാസ് നമ്മൾ എന്ത് ചെയ്തില്ല, എടുത്തിട്ടില്ല. നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല എടുത്തില്ല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുലയും നമ്മൾ എടുത്തില്ല. നമ്മൾ എന്ത് മാത്രമേ ഉപയോഗിച്ചുള്ളൂ, നമ്മുടെ റിയൽ ലൈഫിൽ വരുന്ന പെർസെന്റേജിന്റെ കൺസെപ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ റിയൽ ലൈഫിലൊക്കെ നമ്മൾ പറയുന്ന മൊത്തം പലിശ എത്ര വരും എന്നൊക്കെ നമ്മൾ സാധാരണ ബാങ്കിലൊക്കെ ചോദിക്കാറില്ലേ, ആ ഒരു കൺസെപ്റ്റ് ആംഗിളിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ അത് എടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ഈ പറയുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് ആയാലും ശരി, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയാലും ശരി, നമ്മുടെ ഈ പെർസെന്റേജിന്റെ നെറ്റ് റേറ്റിന്റെ കൺസെപ്റ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് നല്ലപോലെ അറിഞ്ഞിരിക്കുക. ആൻഡ് എവിടെയാണ് ഇത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരുന്നാൽ വളരെ ഈസി ആയിട്ട് ആൻസേഴ്സ് എടുക്കാൻ പറ്റും. നമ്മൾ ഇപ്പോൾ എടുത്ത പോലെ ഒരുപാട് ഒരു പേനും പേപ്പർ പോലും ഉപയോഗിക്കത്തില്ല. എന്നാൽ അവിടെ നിന്ന് എനിക്ക് അത് 2 years 10% 20% വരുമെന്ന് എനിക്ക് കണ്ടാൽ അറിയാം. ആൻഡ് ആ 20% ആണെങ്കിൽ 500 എങ്കിൽ എനിക്ക് കോമ്പൗണ്ട് ഈ പറയുന്ന സക്സസീവ് നമുക്ക് മൈൻഡിൽ ഒന്ന് എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ 21% ആണ് വരുന്നതെന്ന് അറിയാമെങ്കിൽ 20 500 ആണെങ്കിൽ 21 പറഞ്ഞാൽ 525 ആയിരിക്കും എന്നുള്ളത് മൈൻഡ് എടുക്കാൻ പറ്റുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷൻ നോക്കി ആൻസർ മാർക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും. ഓക്കെ, സോ ആ ഒരു അപ്രോച്ചാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, വളരെ സ്മാർട്ട് ആയിട്ട് ആൻസേഴ്സ് എടുക്കാൻ പഠിക്കുക. ഇനി അടുത്തൊരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിലുണ്ട്. എ സം ഓഫ് മണി അമൗണ്ട്സ് ടു ₹12,100 in 2 years and ₹13,310 in 3 years when compounded annually. Find the rate of interest. നിങ്ങൾക്ക് കാണാൻ പറ്റും ടൈം തന്നിട്ടുണ്ട്, നമുക്ക് അവിടുത്തെ ആ ഒരു എമൗണ്ടും തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് പ്രിൻസിപ്പിളും അറിയത്തില്ല, നമുക്ക് ഈ പറയുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണ് എന്നുള്ളതും നമുക്ക് അറിയത്തില്ല. ആൻഡ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന അവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര വരും എന്ന് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ എടുക്കാൻ പറ്റും. എങ്ങനെ എന്നുള്ളത് നമുക്ക് നോക്കാം. 2 വർഷം കൊണ്ട് വരുന്ന ടോട്ടൽ നമ്മുടെ ഈ പറയുന്ന ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 12,100 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് 3 വർഷം കൊണ്ട് നമുക്ക് വരുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് 13,310 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ 2 വർഷവും 3 വർഷവും തമ്മിൽ വരുന്ന ഒരു പലിശയുടെ വ്യത്യാസം നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഇത് രണ്ടുകൂടി ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്, പലിശയിൽ വരുന്ന വ്യത്യാസമല്ലേ കിട്ടാൻ പോകുന്നത്. കാരണം നമുക്ക് എപ്പോഴും അറിയാം എമൗണ്ട് എന്ന് പറഞ്ഞാൽ
നമ്മുടെ ഈ പറയുന്ന പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. ഇപ്പൊ ഇവിടുത്തെ കേസിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ഇതിപ്പോ 2 വർഷത്തേക്കാണെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പൽ മാറുമോ? ഇല്ല. എമൗണ്ട് ഫോർ 2 ഇയേഴ്സ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ പ്ലസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ് ആയിരിക്കും. അതുപോലെ 3 ഇയേഴ്സ് ആണെങ്കിലോ അതേ സെയിം എമൗണ്ട് ഫോർ 3 ഇയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ പ്ലസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 3 ഇയേഴ്സ് ആയിരിക്കും. നമ്മളിത് തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടാൻ പോകുന്നത്? ആ 2 വർഷവും 3 വർഷവും തമ്മിലുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ വ്യത്യാസമായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. പ്രിൻസിപ്പൽ എന്തായാലും നമുക്ക് അവിടെ മൈനസ് ആയി പോകും. പ്രിൻസിപ്പൽ എന്താണ്? സെയിം ആണ്. അപ്പൊ ഇത് രണ്ടുകൂടി നമ്മൾ തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഡിഫറൻസ് എത്ര വരും? നമുക്ക് 1210 എന്ന് വരും. അപ്പൊ അതാണ് നമ്മുടെ ഈ 2 വർഷവും 3 വർഷവും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് നമ്മൾ അറിഞ്ഞിരുന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റിന്റെ ആൻസർ എടുക്കാൻ പറ്റും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ്. ഓരോ വർഷത്തെയും എമൗണ്ട് എന്ന് പറയുന്നത് അടുത്ത വർഷത്തെ പ്രിൻസിപ്പൾ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടി നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലുണ്ട്. ഓരോ വർഷവും കഴിയുമ്പോഴുള്ള എമൗണ്ട് അടുത്ത വർഷത്തെ എന്തായിട്ട് ആക്ട് ചെയ്യും? അത് നമ്മുടെ പ്രിൻസിപ്പൾ ആയിട്ട് കൂടി ആക്ട് ചെയ്യും. ഫസ്റ്റ് ഇയറിലെ എമൗണ്ട് സെക്കൻഡ് ഇയറിലെ പ്രിൻസിപ്പൾ ആയിരിക്കും. സെക്കൻഡ് ഇയർ കഴിയുമ്പോഴുള്ള എമൗണ്ട് തേർഡ് ഇയറിലെ പ്രിൻസിപ്പൾ ആയിരിക്കും. തേർഡ് ഇയർ കഴിയുമ്പോഴുള്ള എമൗണ്ട് ഫോർത്ത് ഇയറിലെ പ്രിൻസിപ്പൾ ആയിരിക്കും. അങ്ങനെ ഒരു കൺസെപ്റ്റ് കൂടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ 1210 എന്ന് പറയുന്നത് നമ്മുടെ പലിശയാണ്. ആ മൂന്നാമത്തെ വർഷവും രണ്ടാമത്തെ വർഷവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ വർഷത്തേക്ക് മാത്രം വരുന്ന പലിശ. അത് വരുന്ന എവിടെ നിന്നായിരിക്കും? നമ്മുടെ ഈ രണ്ടാമത്തെ വർഷത്തെ പ്രിൻസിപ്പളിൽ നമ്മുടെ രണ്ടാമത്തെ വർഷത്തെ എമൗണ്ടിൽ നിന്നായിരിക്കും. ആ രണ്ടാമത്തെ വർഷത്തെ എമൗണ്ട് നമ്മുടെ മൂന്നാമത്തെ വർഷത്തെ പ്രിൻസിപ്പൾ കൂടിയാണ്. അപ്പൊ മൂന്നാമത്തെ വർഷത്തെ പലിശയാണ് മൂന്നാമത്തെ വർഷത്തേക്ക് മാത്രം വരുന്ന പലിശയാണ് 1210. നമ്മുടെ ഈ രണ്ടാമത്തെ വർഷത്തിന്റെ അവസാനം വരുന്ന എമൗണ്ട് ആണ് നമുക്ക് ഈ 12100 എന്ന് പറയുന്നത്. നമ്മളിപ്പം പറഞ്ഞ പോലെ ഈ രണ്ടാമത്തെ വർഷത്തെ എമൗണ്ട് മൂന്നാമത്തെ വർഷത്തെ പ്രിൻസിപ്പൾ ആയിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ഈ പ്രിൻസിപ്പളിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന പലിശ എടുക്കുന്നത്. ആൻഡ് ഈ മൂന്നാമത്തെ വർഷത്തേക്ക് വരുന്ന പലിശ ഇപ്പം വരുന്ന ഏതിന്റെ മേളിലായിരിക്കും? ഈ രണ്ടാമത്തെ വർഷത്തെ ഈ എമൗണ്ടിന്റെ മേളിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എത്ര പെർസെന്റേജ് ആണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. നമുക്ക് ഇവിടുന്ന് ഈ 2 സീറോസും അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ 1210യും ഈ 1210യും ഇവിടുന്ന് ഒരു സീറോയും ഇവിടുന്ന് ഒരു സീറോയുടെ ക്യാൻസൽ ചെയ്ത് നമുക്ക് ആൻസർ എത്രയെന്ന് വരും? 10% വരും. നോക്കിയേ, നമ്മൾ അഗൈൻ ഫോർമുല എടുത്തു. ഫോർമുല ഒന്നും എടുത്തില്ല. പക്ഷെ നോക്കിയാൽ എന്ത് സിമ്പിൾ ആയിട്ട് ആൻസർ വന്നു. അപ്പൊ നിങ്ങൾക്ക് അവിടുത്തെ വ്യത്യാസം നമുക്ക് അവിടെ നോക്കിയെടുക്കാൻ പറ്റും. ആ 12100യും ആ 13310 നിന്നുള്ള ഡിഫറൻസ് നമുക്ക് അവിടെ നോക്കിയെടുക്കാൻ പറ്റും. അത് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് അറിയാവുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ദാണ്ടെ ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇവിടുന്ന് വരും ആൻസർ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അതിന്റെ രണ്ടുകൂടി മൈൻഡ് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരെണ്ണം 1210യും മറ്റേത് 12100യും. നമുക്ക് അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/10 എന്ന് പറഞ്ഞാൽ 10% വരാൻ പോകുന്നുള്ളത് അവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ലപോലെ അറിയാവുന്ന ഒരാൾക്ക്. മനസ്സിലായല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ ഡീപ്പ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കുക. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഡീപ്പ് ആയിട്ടുള്ള കൺസെപ്റ്റ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ അത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അത് വളരെയധികം എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ആൻസർ എടുക്കാൻ നമ്മളത് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നമ്മൾ ആൻസർ എടുത്ത പോലെ. ഇപ്പൊ നിങ്ങൾക്കറിയാം ഇവിടെ ഒരുപാട് ഇപ്പൊ തന്നെ നമ്മൾ സ്റ്റെപ്സ് വളരെ കുറച്ച് എഴുതിയിട്ടുള്ളൂ. ഫോർമുല ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ ഇതുപോലും ആവശ്യമില്ല, ഇതിന്റെ പകുതി പോലും ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമ്മളവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി പോകുന്നതുകൊണ്ടാണ് അത്രയെങ്കിലും എഴുതിയേക്കുന്നത്. ഈവൻ അത് വളരെ കുറച്ചേ ഉള്ളെങ്കിൽ പോലും. ഓക്കെ അല്ലേ? നമ്മൾ വളരെ സ്മാർട്ടായിട്ട് ഈ ചെറിയ ചെറിയ കൺസെപ്റ്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കുക ആൻസേഴ്സ് വളരെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി. ഇനി അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകാം. അടുത്തൊരു ആവറേജ് ക്വസ്റ്റൻ ആണ്. ഇൻ എ സ്കൂൾ ദി ആവറേജ് age of boys and girls together is 16.8 years. The average age of boys is 15.4 years and the average age of girls is 18.2 years. നമുക്കിവിടെ കാണാൻ പറ്റും ബോയ്സിന്റെ ഒരു ആവറേജ് തന്നിട്ടുണ്ട്, ഗേൾസിന്റെ ഒരു ആവറേജ് തന്നിട്ടുണ്ട്, ഫുള്ള് ക്ലാസിന്റെ ഒരു ആവറേജ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമ്മുടെ ആ ഒരു അലിഗേഷന്റെ കൺസെപ്റ്റിലേക്ക് നമുക്ക് പോയിക്കൂടെ? ബോയ്സിന്റെ മാത്രം ഗേൾസിന്റെ മാത്രം ആൻഡ് മീൻ വാല്യൂ എന്നൊരു ആംഗിളിൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ബോയ്സ് ടു നമ്പർ ഓഫ് ഗേൾസ് ഇൻ ദ സ്കൂളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഇക്വേഷൻ ഒക്കെ ഉണ്ടാക്കി നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. പക്ഷെ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ എടുക്കാം. എങ്ങനെ? നമ്മുടെ അലിഗേഷന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യാം. നമുക്ക് ബോയ്സ് തന്നിട്ടുണ്ട്, ഗേൾസ് തന്നിട്ടുണ്ട്. ബോയ്സിന്റെ ആവറേജ് തന്നേക്കുന്നത് നമുക്ക് എത്രയാണ്? നമുക്ക് ഇൻ എ സ്കൂൾ ദി ആവറേജ് ഏജ് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ടുഗദർ ഈസ് 16.8 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൊത്തം മീൻ വാല്യൂ 16.8 ആണ് മൊത്തം ക്ലാസിന്റെ. അതിലെ ബോയ്സിന്റെ ആവറേജ് നമുക്ക് തന്നേക്കുന്നത് 15.4 എന്ന് തന്നേക്കുന്നത് ആൻഡ് ഗേൾസിന്റെ തന്നിരിക്കുന്നത് 18.2 എന്ന് തന്നേക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇതൊന്ന് അലിഗേറ്റ് ചെയ്യുവാണെങ്കിൽ ഇത് രണ്ടുകൂടി നമ്മൾ തമ്മിൽ ഇങ്ങനെ മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് അലിഗേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര വരും? ആ ഒരു 18.2 നമ്മൾ 16.8 മൈനസ് ചെയ്താൽ 1.4 എന്ന് വരും. അതുപോലെ നമ്മൾ ആ 16.8 നിന്ന് 15.4 മൈനസ് ചെയ്താൽ നമുക്ക് എത്രയെന്ന് വരും? നമുക്ക് അതും 1.4 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ താഴെ കിട്ടുന്ന ബോയ്സും ഗേൾസിന്റെ റേഷ്യോ ആയിരിക്കത്തില്ല. മേളിലെടുത്ത ബോയ്സും ഗേൾസിന്റെയും അതിന്റെ റേഷ്യോ ആയിരിക്കും താഴെ കിട്ടുന്നത്. ഇപ്പൊ രണ്ട് സെയിം അല്ലേ വന്നത്? അപ്പൊ രണ്ട് സെയിം ആണ് വന്നെങ്കിൽ നമ്മുടെ ഫൈനലി റേഷ്യോ എന്ത് വരും? 1:1 എന്ന് വരത്തില്ലേ? നമ്മുടെ റേഷ്യോ 1:1 എന്ന് വരും. നോക്കിയേ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. നോക്കിയേ എന്ത് ഷോർട്ട് ആയിട്ട് ആൻസർ വന്നിട്ടുണ്ടെന്ന് നോക്കിയേ. നമ്മളവിടെ ഈ പറഞ്ഞ യൂഷ്വലി നമ്മൾ ഈ പറഞ്ഞ ആവറേജിന്റെ ക്വസ്റ്റൻസ് വരുമ്പോൾ നിങ്ങൾക്കറിയാം മിക്കവാറും പേര് ഇക്വേഷൻ ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് പേര് ഡീവിയേഷൻ മെത്തേഡും ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡൊക്കെ യൂസ് ചെയ്യും. നമ്മൾ അതൊക്കെ യൂസ് ചെയ്തോ? ഇല്ല.
അപ്പൊ അവിടെ തന്നിരുന്ന ക്വസ്റ്റിന്റെ കൺസെപ്റ്റ് നമ്മൾ നല്ലപോലെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അലിഗേഷന്റെ മെത്തേഡ് യൂസ് ചെയ്ത് ആൻസർ എടുത്തു. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക, ക്വസ്റ്റിന്റെ ഐഡിയാസ് മനസ്സിലാക്കുക, ക്വസ്റ്റിന്റെ ടൈപ്പ് മനസ്സിലാക്കുക. ആ ടൈപ്പിന് ഏറ്റവും നല്ല മെത്തേഡ് ഏതാണെന്ന് ചൂസ് ചെയ്യുക, അത് വെച്ച് ആൻസർ എടുക്കുക. ഇക്വേഷൻ ഉണ്ടാക്കി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇക്വേഷൻ ഉണ്ടാക്കി സോൾവ് ചെയ്താൽ നമുക്ക് കുറച്ചധികം സോൾവ് ചെയ്തെടുക്കേണ്ടി വരും, കുറച്ചധികം സ്റ്റെപ്സ് എഴുതേണ്ടി വരും, നമുക്ക് ആൻസർ കിട്ടാൻ കുറച്ചധികം സമയം എടുക്കും. പക്ഷേ ഇവിടെ നോക്കിയേ, നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ വരുന്നുണ്ട്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഔട്ട് ഓഫ് 3 നമ്പേഴ്സ് ദി ഫസ്റ്റ് നമ്പർ ഈസ് ട്വൈസ് ഓഫ് ദി സെക്കൻഡ് and thrice of the third number. If the average of the 3 numbers is 880, what is the smallest number എന്നാണ് ചോദിക്കുന്നത്. അഗൈൻ ആവറേജിന്റെ ഒരു കൺസെപ്റ്റ് ആണ്, പക്ഷേ റേഷ്യോ പ്രൊപ്പോർഷന്റെ ഒരു റേഷ്യോ കമ്പൈൻ ചെയ്യുന്ന പ്രോസസ് കൂടി അവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ പറഞ്ഞേക്കുന്ന അനുസരിച്ചാണെങ്കിൽ നമുക്ക് 3 നമ്പർ ഉണ്ട്. അതിൽ നമ്മുടെ ഒരു നമ്പറിനെ ബേസ് ആയിട്ട് പറയുന്നുണ്ട്, 2 നമ്പറിനെയും കണക്ട് ചെയ്ത് പറയുന്ന ഒരു നമ്പറിനെയാണ്. അതുകൊണ്ട് ആ നമ്പറിനെ എന്ന് എടുത്തിട്ട് അതിനെ നടുക്ക് വെക്കാം, ബാക്കിയുള്ള 2 നമ്പറിനെ നമുക്ക് 2 സൈഡിലായിട്ട് വെക്കാം. ഇനി എന്താ പറയുന്നത്, ഔട്ട് ഓഫ് ദ 3 നമ്പേഴ്സ് ദ ഫസ്റ്റ് നമ്പർ ഈസ്, അപ്പൊ ഈ ഫസ്റ്റ് നമ്പർ ആണ് ബേസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഫസ്റ്റ് നമ്പർ ഈസ് ട്വൈസ് ഓഫ് ദി സെക്കൻഡ്. നമ്മുടെ സെക്കൻഡ് നമ്പറിന്റെ ട്വൈസ് ആണ് ഫസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ B1 ആണെങ്കിൽ നമ്മുടെ A എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, ട്വൈസ് 2 ആയിരിക്കും. ആൻഡ് ത്രൈസ് ഓഫ് ദി തേർഡ് നമ്പർ, അപ്പൊ നമ്മുടെ ആ നമ്പർ A എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ത്രൈസ് ഓഫ് ദി തേർഡ് നമ്പർ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ത്രൈസ് ഓഫ് ദി തേർഡ് നമ്പർ എന്ന് പറയുമ്പോൾ നമ്മുടെ തേർഡ് നമ്പർ C ആണെങ്കിൽ അതിന്റെ വാല്യൂ 1 ആണെങ്കിൽ നമ്മുടെ A എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, ത്രൈസ് 3 ഇരട്ടി, സോ 3 ആയിരിക്കും. സോ ഇവിടെ നമുക്ക് ആ റേഷ്യോ ഒന്ന് കമ്പൈൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് വരും, ഇവിടെ നമുക്ക് 3 എന്ന് എടുക്കാം, ഇവിടെ നമുക്ക് 2 എന്ന് എടുക്കാം. ഇനി ഒന്ന് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 3:2 into 3 6:1 into 2 2 എന്ന് വരും. നമുക്ക് അവിടെ A:B:C റേഷ്യോ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി അവരെന്താ പറയുന്നത്, ഇഫ് ദി ആവറേജ് ഓഫ് ദ 3 നമ്പേഴ്സ് ഈസ് 880, ഇപ്പൊ ആവറേജ് 880 ആണെങ്കിൽ ടോട്ടൽ എത്ര ആയിരിക്കും, ഇൻറ്റു 3 ചെയ്താൽ പോരാ, 3 നമ്പർ അല്ലേ ഉള്ളത്. അങ്ങനെ ആ 880 നമ്മൾ ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും, 264 എന്ന് വരും. നമുക്ക് 240യും നമുക്ക് 24 കൂടി ആഡ് ചെയ്യുമ്പോൾ 264 എന്ന് വരും, പിന്നെ 0 കൂടി വരും. അപ്പൊ 264. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ ഓക്കെ, ആ സം ആണ് ഇപ്പം നമ്മുടെ ആവറേജ് ആണ് 880, ആ 3 നമ്പറിന്റെ സം ആണ് 2640. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് എത്ര വരുന്നുണ്ട്, നമുക്ക് 11 വരുന്നുണ്ട്. ആ 11 അല്ലേ നമുക്ക് ഇപ്പം കിട്ടിയ 2640 എന്ന് പറയുന്നത് ടോട്ടൽ. ഇതിന്റെ ടോട്ടൽ 11, ഇതിന്റെ ടോട്ടൽ 2640. എന്താ കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്, വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ. ഈ 3 നമ്പറിലെ ചെറിയ നമ്പർ ഏതാ, 2 അല്ലേ ചെറിയ നമ്പർ, നമ്മുടെ C ആണ് ചെറിയ നമ്പർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 2 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി ആൻസർ കിട്ടാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇത് 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 11 into 2 ആണ് 22, പിന്നെ ബാക്കി 44 എന്ന് പറയുമ്പോൾ 11 into 4 ആണ് 44, പിന്നെ ഒരു 0 കൂടി ഉണ്ട്, സോ ആ ഒരു 0 കൂടി. അങ്ങനെ ഈ 11 into 240 ആണ് നമുക്ക് 2640 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 2 into അതേ 240 ചെയ്യുക. നമ്മളിപ്പോൾ ഈ സ്റ്റെപ്പ് ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്തു. 2 into 240 ചെയ്താൽ എത്ര വരും, 480 എന്ന് വരും. സോ ആൻസർ 480 ആണ്. നോക്കിയാൽ നമ്മളിപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്തു, നമ്മൾ മിക്കവാറും ഒരു ക്വസ്റ്റിനിൽ പോലും ഫോർമുലാസിന്റെ കൺസെപ്റ്റിലേക്കോ വലിയ ഇക്വേഷനിലേക്കോ ഒരുപാട് സ്റ്റെപ്സിലേക്കോ ഒന്നും പോയിട്ടില്ല. വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളും ലോജിക്കും ഉപയോഗിച്ചാണ് നമ്മൾ ആൻസേഴ്സ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര പെട്ടെന്ന് ഇവിടെയും ആൻസർ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു ആവറേജിന്റെ ക്വസ്റ്റൻ ആണ്. ഇവിടെ നമ്മൾ റേഷ്യോ പ്രപ്പോസിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇക്വേഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്യാതെ റേഷ്യോ കമ്പൈൻ ചെയ്തെടുത്ത് ആ റേഷ്യോ കമ്പയർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ആൻസർ എടുത്തു. ലാസ്റ്റ് ക്വസ്റ്റിൽ ആവറേജ് ക്വസ്റ്റൻ ആയിരുന്നു, പക്ഷെ നമ്മൾ അവിടെ അലിഗേഷന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടെ മീൻ വാല്യൂ തന്നിട്ടുണ്ടായതുകൊണ്ട് നമ്മൾ അവിടെ അലിഗേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ആൻസർ എടുത്തു. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ആ ക്വസ്റ്റ്യൻസിനെ നോക്കിയിട്ട് നമ്മൾ ആൻസർ എടുക്കുക. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്തത് നമ്മളുടെ ഒരു ഏജസിന്റെ ക്വസ്റ്റൻ ആണ് തന്നിരിക്കുന്നത്. ഇൻ 8 years സുഭാഷ് വിൽ ബി 3 times as old as he is now. ആഫ്റ്റർ ഹൗ മെനി ഇയേഴ്സ് വിൽ സുഭാഷ് ബി 5 times as old as he is now. അപ്പം സാധാരണ റേഷ്യോയുടെ ക്വസ്റ്റൻസ് വരുമ്പോൾ നിങ്ങൾക്കറിയാം 2 പേഴ്സണോ, ഏജസിന്റെ ക്വസ്റ്റൻ വരുമ്പോൾ നിങ്ങൾക്കറിയാം 2 പേഴ്സണോ 3 പേഴ്സണൊക്കെ ഉള്ള ക്വസ്റ്റനാണ് ചോദിക്കുന്നത്. നമ്മൾ അത് റേഷ്യോ വെച്ച് വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന 2 പേഴ്സൺ ഒന്നും ഇല്ല, ഒരു പേഴ്സണേ ഉള്ളൂ. അപ്പോൾ ഒരു പേഴ്സണൊക്കെ വരുമ്പോഴാണ് കുറച്ചുകൂടി കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നത്. പക്ഷെ ആക്ച്വലി അറിഞ്ഞിരിക്കുക, ഒരു പേഴ്സൺ വരുമ്പോഴാണ് ആക്ച്വലി ആ ക്വസ്റ്റൻ ഏറ്റവും എളുപ്പമായിട്ട് വരുന്നത്. നമ്മളത് കറക്റ്റ് എടുക്കാൻ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇപ്പൊ എന്താ പറയുന്നത്, ഇൻ 8 years സുഭാഷ് വിൽ ബി 3 times as old as he is now. ആഫ്റ്റർ ഹൗ മെനി ഇയേഴ്സ് വിൽ സുഭാഷ് ബി 5 times as old as he is now എന്നാ ചോദിക്കുന്നത്. അപ്പം ആദ്യമേ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലത്തെ ക്വസ്റ്റൻസ് വന്നാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, സുഭാഷിന്റെ ഇപ്പോഴത്തെ ഏജ് എസ് എന്ന് എടുക്കുക. ഇനി അവിടെ എന്താ പറയുന്നത്, ഇൻ 8 years എന്ന് പറയുമ്പോൾ ആഫ്റ്റർ 8 years ഉദ്ദേശിക്കുന്നത്. അപ്പൊ സുഭാഷിന്റെ 8 വർഷം കഴിയുമ്പോൾ ഏജ് എന്തായിരിക്കും, സുഭാഷിന്റെ ഇപ്പോഴത്തെ ഏജ് +8 ആയിരിക്കും. ഇനി അതിനെ എന്തുമായിട്ട് കണക്ട് ചെയ്താണ് പറഞ്ഞേക്കുന്നത്, ആ ഏജ് എന്ന് പറയുന്നത് 8 വർഷം കഴിഞ്ഞിട്ടുള്ള സുഭാഷിന്റെ ഏജ് എന്ന് പറയുന്നത് വിൽ ബി 3 times as old as he is now. ആളുടെ ഇപ്പോഴത്തെ ഏജിനെ 3 ഇരട്ടിയാണെന്നാ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ആളുടെ ഇപ്പോഴത്തെ ഏജ് എത്ര, നമ്മൾ എസ് എന്ന് എടുത്തത്, ആ സുഭാഷിന്റെ എസ് എന്ന് എടുത്തത്. അപ്പൊ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 3 times of എസ് എന്ന് വരത്തില്ലേ.
അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതൊന്ന് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അവിടെ നിന്ന് പെട്ടെന്ന് സുഭാഷിന്റെ ഏജ് എത്രയാണെന്ന് കിട്ടും. അപ്പൊ എസ് ഇപ്പുറത്ത് പോകുമ്പോൾ നമുക്ക് 2s എന്ന് വരും. ആൻഡ് ഇവിടെ 8 ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു 2 ടൈംസ് ഓഫ് സുഭാഷിന്റെ ഏജ് എന്ന് പറയുന്നതാണ് 8. 2 ടൈംസ് ഓഫ് സുഭാഷിന്റെ ഏജ് എന്ന് പറയുന്നതാണ് 8. അങ്ങനെയാണെങ്കിൽ സുഭാഷിന്റെ ഇപ്പോഴത്തെ ഏജ് എത്ര ആയിരിക്കും? 4 വയസ്സായിരിക്കത്തില്ലേ? ഇനി എന്താണ് ക്വസ്റ്റ്യനിൽ നമുക്ക് ചോദിച്ചേക്കുന്നത്? ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് ഇൻ ആഫ്റ്റർ ഹൗ മെനി ഇയേഴ്സ് വിൽ സുഭാഷ് ബി 5 ടൈംസ് ആസ് ഓൾഡ് ആസ് ഈസ് നൗ? എത്ര വർഷം കഴിയുമ്പോഴായിരിക്കും സുഭാഷ് എന്താ പറയാ ഇപ്പൊ ഉള്ളതിന്റെ 5 ഇരട്ടി ആകുന്നേ എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഉള്ളതിന്റെ 5 ഇരട്ടി എന്ന് പറയുമ്പോഴേ നമുക്ക് ഇപ്പൊ എത്ര ഉള്ളത്? 4 അല്ലേ ഉള്ളത്. അതിന്റെ 5 ഇരട്ടി എന്ന് പറയുമ്പോൾ 4 × 5 എത്ര വയസ്സാകണം? 20 വയസ്സാകണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ 4 ഉള്ള ആള് 20 വയസ്സാകണമെങ്കിൽ എത്ര വർഷം കൂടി കഴിയണം? 16 വർഷം കൂടി കഴിയണ്ടേ? ആ 4 വയസ്സുള്ള ആള് ഒരു 16 വർഷം കഴിഞ്ഞാലല്ലേ ആൾക്ക് ഈ പറഞ്ഞ 20 വയസ്സാകത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉള്ളതിന്റെ 5 ഇരട്ടി എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഉള്ളത് 4 ഇയേഴ്സ്, അതിന്റെ 5 ഇരട്ടി 20 വയസ്സ്. അങ്ങനെയാണെങ്കിൽ 4 വയസ്സുള്ള ആൾ 20 വയസ്സാണെങ്കിൽ 16 വർഷം കഴിയണം. ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി എന്ന് വരും. നോക്കിയേ, ഈസി ആയിട്ട് ആൻസർ വന്നില്ലേ? അപ്പൊ അതേപോലെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ട്രൈ ചെയ്യാം. അടുത്തത് ഒരു ഏജസിന് തന്നെ ക്വസ്റ്റ്യൻ, കുറച്ചുകൂടി ബെറ്റർ ക്വസ്റ്റ്യൻ, ഇല്ലെങ്കിൽ ഇക്വേഷൻ വെച്ചുള്ള നമുക്ക് റേഷ്യോ വെച്ചുള്ള ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷെ ഇവിടെ 2 വേർഡ് ഏജ് കണ്ടുപിടിക്കണം. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, നിങ്ങളുടെ സൈഡിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ദ പ്രസന്റ് ഏജ് ഓഫ് ഷിയോ കുമാർ ആൻഡ് ദിലീപ് കുമാർ ആർ ഇൻ ദ റേഷ്യോ ഓഫ് 9:10. ആഫ്റ്റർ 11 ഇയേഴ്സ് ദിസ് റേഷ്യോ വിൽ ബിക്കം 10:11. വാട്ട് ആർ ദി പ്രസന്റ് ഏജ് ഓഫ് ഷിയോ കുമാർ ആൻഡ് ദിലീപ് കുമാർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പറയുന്ന റേഷ്യോസ് തന്നിട്ടുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും 2 റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ അത് ഏതിന്റെ കൺസെപ്റ്റ് ആയിരിക്കും? ബാലൻസിങ് ഓഫ് റേഷ്യോയുടെ കൺസെപ്റ്റ് യൂസ് ചെയ്താണ് ആൻസർ എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് അതേപോലെ തന്നെ എടുക്കാം. അപ്പൊ ആദ്യമേ ഇവിടെ പെർസെന്റേജ് തന്നിട്ടുണ്ട്. ഇപ്പൊ പെർസെന്റേജ് ഓഫ് ഷിയോ കുമാർ ആൻഡ് ദിലീപ് കുമാർ. അപ്പൊ അവിടെ പെർസെന്റേജിന്റെ റേഷ്യോ തന്നേക്കുന്നത് 9:10 എന്നാണ് തന്നേക്കുന്നത്. ഇനി അവിടെ പറയുന്നത് ആഫ്റ്റർ 11 ഇയേഴ്സ്. ആഫ്റ്റർ 11 ഇയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഷോർട്ട് ആയിട്ട് അതിനെ +11 എന്നൊക്കെ ഡിനോട്ട് ചെയ്യുക. അതുപോലെ 11 ഇയേഴ്സ് ബിഫോർ ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ -11 എന്നൊക്കെ ഷോർട്ട് ആയിട്ട് ഡിനോട്ട് ചെയ്യുക. ഒരുപാട് എഴുതാതിരിക്കുക. അപ്പം ആഫ്റ്റർ 11 ഇയേഴ്സ് നമുക്ക് ആ റേഷ്യോ തന്നേക്കുന്നത് എത്രയാണ്? 10:11 എന്നാണ് തന്നേക്കുന്നത്. ഇനി എപ്പോഴെങ്കിലും ഇതുപോലെ 2 റേഷ്യോ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെക്ക് ചെയ്യുക? റേഷ്യോ ബാലൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ റേഷ്യോ ബാലൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 11ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ 1 ആണ്. ഇവിടുത്തെ 9ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. അങ്ങനെ റേഷ്യോ എന്താണ്? ബാലൻസ് ആണ്. ആൻഡ് ശരിക്കും ഇവിടെ ഇപ്പൊ ഈ തന്നേക്കുന്ന റേഷ്യോസ് തമ്മിലുള്ള ഒരു ഏജ് ഗ്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്? പ്രസന്റും 11 വർഷത്തിന് ശേഷവും. അങ്ങനെ ഈ 11 വർഷത്തെ ഗ്യാപ്പ് ഇല്ല ഇവിടെ. അങ്ങനെയെങ്കിൽ ആ 1 എന്ന് പറയുന്നതാണ് നമ്മുടെ 11 വർഷം എന്ന് പറയുന്നത്. അപ്പൊ ചോദിച്ചേക്കുന്നത് എന്താ? ഇവിടെ പെർസെന്റേജ് കണ്ടുപിടിക്കാനാണ് 2 വേർഡേയും. അങ്ങനെയാണെങ്കിൽ ഇവിടെ പെർസെന്റേജിന്റെ റേഷ്യോ അല്ലേ 9ഉം 10 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 × 11 ആണ് 11. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 10 × 11 ചെയ്യുവാണെങ്കിൽ നമുക്ക് എത്രയെന്ന് കിട്ടും? 110 കിട്ടും. അങ്ങനെയാണെങ്കിൽ അവിടെ ദിലീപിന്റെ ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? 110 ഇയേഴ്സ് ആണ്. അപ്പൊ ഓപ്ഷനിൽ നമുക്ക് 110 എവിടെ വന്നേക്കുന്നത്? ഓപ്ഷൻ ഡിയിലല്ലേ? അപ്പൊ അതായിരിക്കും നമ്മുടെ ആൻസർ. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഷിയോയുടെ കൂടി കണ്ടുപിടിക്കാം. അപ്പൊ ഷിയോയുടെ 9 അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇതേ 9 × അതേ 11 ചെയ്താൽ പോരെ. അപ്പൊ 9 × 11 ചെയ്താൽ നമുക്ക് എത്ര വരും? കറക്റ്റ് ആ 99 തന്നെ കിട്ടുന്നുണ്ട്. അവിടെ ഓപ്ഷനിൽ തന്നേക്കുന്ന അതേ 99. നോക്കിയേ, 2 നമുക്ക് കിട്ടുന്നില്ലേ? കാണാൻ പറ്റും. നമുക്ക് അവിടെ റേഷ്യോ 2 റേഷ്യോ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ 2 റേഷ്യോ തന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവിടെ അറിയാം റേഷ്യോയുടെ ബാലൻസിങ് ഓഫ് റേഷ്യോയുടെ കൺസെപ്റ്റാണ് വരുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെക്ക് ചെയ്യണം? ആ റേഷ്യോ ബാലൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇനി റേഷ്യോ ബാലൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് കമ്പയർ ചെയ്ത് ആൻസർ എടുത്താൽ മതി. ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ. അതല്ല റേഷ്യോ ബാലൻസ് അല്ലായിരുന്നെങ്കിലോ നമ്മളത് ബാലൻസ് ചെയ്തിട്ട് ചെയ്തേനെ. അത് നമ്മൾ ഇനി അടുത്ത് വരുന്ന ക്ലാസ്സിൽ നമുക്ക് അതേപോലത്തെ ക്വസ്റ്റൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ ഇന്ന് അത്യാവശ്യം നോർമൽ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എക്സാമിൽ തന്നെ ചോദിച്ചുള്ള ക്വസ്റ്റൻസ് ആണ്. എല്ലാം നല്ല ക്വസ്റ്റൻസും ആണ്. പലരും നല്ല ലെന്തി ആയിട്ട് ചെയ്തു പോകുന്ന ക്വസ്റ്റൻസ് ആണ്. പല ബുക്സിലും വളരെ ലെന്തി ഇക്വേഷൻസും സൊല്യൂഷൻസും ഉള്ള ക്വസ്റ്റൻസ് ആണ്. പക്ഷെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഇതുവരെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 8 തൊട്ട് 10 ക്വസ്റ്റൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് എല്ലാ ക്വസ്റ്റനും നിങ്ങൾക്ക് അറിയാം നമ്മൾ വളരെ ഷോർട്ട് ആയിട്ട് ആണ് എടുത്തു പോയേക്കുന്നത്. നമ്മൾ വളരെ ലെന്തി ആയിട്ടുള്ള ഒരു ഇക്വേഷനോ സൊല്യൂഷൻസോ ഫോർമുലാസോ ഒന്നും തന്നെ എടുത്തിട്ടില്ല എന്നുള്ളതും കൂടി നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ശരി, നമുക്ക് ഇനി ബാക്കിയുള്ള ക്വസ്റ്റൻസിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. Shweta and Harish completed a project with an income of rupees 28,000. In this project, Shweta worked for 20 days and Harish worked for 30 days. If their daily wages are in the ratio 5:6, then Shweta's share is. So, ശ്വേതയും ഹരീഷും കൂടി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മൊത്തം വാങ്ങുന്ന എമൗണ്ട് 28,000 ആണ് ഒരുമിച്ച് വാങ്ങുന്നത്. ഇനി ഇതിൽ പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ശ്വേത വർക്ക് ചെയ്യുന്ന 20 ദിവസമാണ് വർക്ക് ചെയ്യുന്നത് ആൻഡ് ഹരീഷ് വർക്ക് ചെയ്യുന്ന 30 ദിവസം. ഇനി ഇവർക്ക് ഒരു ദിവസത്തെ വേജസ് കൊടുക്കുന്നത് 5:6 റേഷ്യോയിലാണ്. നിങ്ങൾ അതിനെ 5 രൂപ 6 രൂപ എന്ന് വിചാരിച്ചാലും മതി. 5:6 എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ ശ്വേതയുടെ ഷെയർ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കതൊന്ന് എടുക്കാം.
ഇപ്പൊ ശ്വേത ആൻഡ് ഹരീഷ് ആണ് അവിടെ ഉള്ളത്. ഇപ്പൊ ശ്വേത ഹരീഷിന്റെയും അവർ ചെയ്യുന്ന നമ്പർ ഓഫ് ഡേയ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ തന്നേക്കുന്ന അനുസരിച്ചാണെങ്കിൽ ശ്വേത 20 ഡേയ്സ് ആണ് വർക്ക് ചെയ്യുന്നത് ആൻഡ് ഹരീഷ് 30 ഡേയ്സ് ആണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇനി അവരുടെ ആ ഒരു വേജസിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. വേജസിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതെന്ന് പറഞ്ഞാൽ ഏതിന്റെ റേഷ്യോ കൂടിയായിരിക്കും? എഫിഷ്യൻസിയുടെ റേഷ്യോ കൂടിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വർക്ക് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതെന്ന് പറഞ്ഞാൽ ടൈം ഇൻറ്റു എഫിഷ്യൻസി ആണ്. അപ്പൊ ടൈം അവർ തന്നിട്ടുണ്ട്, ഇൻഡിവിജ്വൽ ടൈം. അതുകൂടാതെ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മുടെ എന്തിന്റെ റേഷ്യോ കൂടിയാണ്? വേജസിന്റെ റേഷ്യോ കൂടിയാണ് എഫിഷ്യൻസിയുടെ റേഷ്യോ എന്ന് പറയുന്നത്. ആണ് ഈ 5:6 എന്നാണ് പറഞ്ഞേക്കുന്നതെങ്കിൽ നമ്മൾ ആ ഒരു ടൈം ഇൻറ്റു എഫിഷ്യൻസി ആൻഡ് ഇവിടെയും ടൈം ഇൻറ്റു എഫിഷ്യൻസി ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? അവരുടെ വർക്ക്, ഇൻഡിവിജ്വൽ വർക്ക് എത്രയാണെന്ന് കിട്ടും. ആ വർക്ക് വെച്ചുകൊണ്ട് ആ പൈസ അങ്ങ് ഡിവൈഡ് ചെയ്താൽ പോരെ, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതൊന്ന് ക്യാൻസൽ ചെയ്തുകൂടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരാളുടെ 5 മറ്റേയാളുടെ 6 ആണ്. ഹരീഷിന്റെ 6 ആണ്, ശ്വേതയുടെ 5 ആണ്. നമ്മൾ ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് നമുക്ക് ഈ ഒരു 0യും 0യും ക്യാൻസൽ ചെയ്യാം. ഇത് കൂടാതെ നമുക്ക് അവിടുന്ന് ആ ഒരു 2ഉം ആ ഒരു 6 കൂടി ക്യാൻസൽ ചെയ്ത് നമുക്ക് ഇവിടെ 3 എന്ന് വരും. ആണെങ്കിൽ നമുക്ക് അവിടെ ലാസ്റ്റിൽ 5:3 × 3 നമുക്ക് 9 എന്ന് വരും. അപ്പൊ അവിടെ വർക്കിന്റെ റേഷ്യോ നമുക്ക് കിട്ടി 5:9. ആൻഡ് അവിടെ ഈ വർക്കിന്റെ റേഷ്യോ എന്തിന്റെ റേഷ്യോ കൂടി ആയിരിക്കും? നമ്മുടെ ഈ പറയുന്ന വേജസിന്റെ റേഷ്യോ കൂടി ആയിരിക്കും. ഓക്കെ, അവിടെ എഫിഷ്യൻസിയുടെ റേഷ്യോ ആണ് ഇവിടെ തന്നിരുന്നത്. അവിടെ ഫൈനൽ വേജസ്, ആ ഒരു വേജസിന്റെ ഫൈനൽ റേഷ്യോ കൂടി ആയിരിക്കും ഇതെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 5ഉം 9 കൂടി ആഡ് ചെയ്ത് എത്ര വരുന്നുണ്ട്? നമുക്ക് 14 എന്ന് വരുന്നുണ്ട്. ആ 14 അവർ എത്രയും തന്നേക്കുന്നത്? ആ ടോട്ടൽ വേജസ് ആയ ₹28,000 എന്ന് തന്നേക്കുന്നത്. അപ്പൊ നമുക്കറിയാം 14 ഇൻറ്റു 2 ചെയ്യുമ്പോഴാണ് എത്ര വരുന്നത്? ആ 28 വരുന്നത്. 14ന്റെ ഇരട്ടിയാണ് 28 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്ന ആരുടെയാണ്? ശ്വേതയുടെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ശ്വേത എന്ന് പറയുമ്പം ശ്വേതയുടെ കറസ്പോണ്ടിങ് റേഷ്യോ എത്ര ആണ്? ശ്വേതയുടെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ശ്വേതയുടെ കറസ്പോണ്ടിങ് റേഷ്യോ 5 ആണ്. നമ്മൾ ആ 5 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി ആൻസർ കിട്ടാൻ വേണ്ടി. അപ്പൊ 5 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ അങ്ങനെ ആ 5 എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ 14 ഇൻറ്റു 2 എടുത്ത പോലെ തന്നെ നമ്മൾ ഇവിടെ 5 ഇൻറ്റു 2 എടുക്കുക. 5 ഇൻറ്റു 2 എടുത്താൽ നമുക്ക് എത്രയെന്ന് വരും? നമുക്ക് 10 എന്ന് വരും. ആൻഡ് അത് കൂടാതെ നിങ്ങൾക്കറിയാം 3 0 കൂടി ഉണ്ട്. സോ 3 0 കൂടി. സോ നമ്മുടെ ഫൈനൽ ആൻസർ എത്രയെന്ന് വരും? 10,000 എന്ന് നമ്മുടെ ഫൈനൽ ആൻസർ വരും. 10,000 ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ എ 10,000 ആണ് നമ്മുടെ ആൻസർ. നമുക്ക് കാണാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ടാണ് എടുത്തേക്കുന്നത്. ആൻഡ് നമ്മുടെ വേജസിന്റെ റേഷ്യോ അല്ലെങ്കിൽ വേജസിന്റെ കൺസെപ്റ്റ്, നമ്മുടെ ടൈം ആൻഡ് വർക്കിലെ വേജസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഏറ്റവും നല്ലപോലെ ചോദിക്കുന്ന എന്നാൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള ടോപ്പിക്കാണ്. കറക്റ്റ് ആയിട്ട് എടുക്കാൻ അറിഞ്ഞിരുന്നാൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഈ ഒരു വേജസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പൊ അതിന്റെ ഒരു ക്വസ്റ്റൻ ആണ് നമുക്ക് വന്നിരുന്നത്. നമ്മൾ വളരെ ഈസി ആയിട്ട് ആൻസർ എടുത്തു. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. ദ കപ്പാസിറ്റി ഓഫ് വർക്കിംഗ് ബൈ എ ആൻഡ് ബി ഇൻ ദി റേഷ്യോ 3:4. അപ്പൊ അഗെയിൻ കപ്പാസിറ്റി എന്നൊക്കെ പറഞ്ഞ് തരുവാണെങ്കിൽ അത് എന്താ അവർ ഉദ്ദേശിക്കുന്നത്? എഫിഷ്യൻസി ആണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ അവർ 5:6 തന്ന പോലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എ ഉണ്ട്, ബി ഉണ്ട്. നമുക്ക് എഴുതി കൂടി അങ്ങ് പോവാം. അങ്ങനെയാണെങ്കിൽ അവരുടെ ആ ഒരു എഫിഷ്യൻസിയുടെ റേഷ്യോ, കപ്പാസിറ്റി എഫിഷ്യൻസിയുടെ റേഷ്യോ 3:4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ എഫിഷ്യൻസിയുടെ റേഷ്യോ നമുക്ക് ഇനി കിട്ടി. ഇഫ് എ ടേക്സ് 12 ഡേയ്സ് ടു ഫിനിഷ് ദ വർക്ക്, എ ഒറ്റയ്ക്ക് ഒരു വർക്ക് തീർക്കാൻ 12 ദിവസം എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അത് ടൈം ആണ്. നമുക്കറിയാം എഫിഷ്യൻസി ഇൻറ്റു ടൈം ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? വർക്ക് കിട്ടുന്നത്. സ്കൂളിൽ ആ ഒരു പഴയ മെത്തേഡ് ഒന്നും ഫോളോ ചെയ്യല്ല. നമ്മൾ ആ ഒരു മെത്തേഡൊക്കെ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അത് ഫോളോ ചെയ്യാതിരിക്കുക. 3 × 12 നമുക്ക് 36 ആണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ഇനി ഇതേ വർക്ക് ആരും ചെയ്യുന്ന? ബിയും ചെയ്യുന്നത്. ചോദിച്ചിരിക്കുന്നത് എന്താ? ടൈം ടേക്കൻ ബൈ ബി ടു ഫിനിഷ് ദ വർക്ക്. അപ്പൊ 3 × 12 ആണ് 36. അങ്ങനെയാണെങ്കിൽ 4 ഇൻറ്റു എന്ത് ചെയ്യുമ്പോഴാണ് 36 വരുന്നത്? 4 ഇൻറ്റു 9 ചെയ്യുമ്പോഴല്ലേ 36 വരുന്നത്. ആൻസർ എന്തെന്ന് വരും? സിമ്പിൾ ആയിട്ട് 9 എന്ന് വരും. ഓപ്ഷൻ എ 9 ആണ് ആൻസർ. നമ്മുടെ ആ ശരിക്കുള്ള ടൈം ടേക്കൻ ബൈ ആ ബി എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി ഓഫ് ബി എടുത്താൽ മാത്രം മതി. അത് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാൻ വേണ്ടി നമ്മളൊന്ന് എഴുതുവാണ്. അപ്പൊ ടോട്ടൽ വർക്ക് നമുക്ക് അവിടെ നിന്ന് 36 കിട്ടി. ഡിവൈഡഡ് ബൈ അവിടുത്തെ ബിയുടെ എഫിഷ്യൻസി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 4. അങ്ങനെയാണെങ്കിൽ 36 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്രയെന്ന് വരും? 9 എന്ന് വരും. അതിന്റെ അവിടെ ടൈം ആണ്. സോ 9 ഡേയ്സ് എന്ന് നമുക്ക് ഫൈനൽ ആൻസർ വരും. നോക്കിയാൽ സിമ്പിൾ ആയിട്ട് ആൻസർ വരുന്നില്ലേ? അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ അതിനെ എടുത്തു പോകേണ്ടത്. ഓക്കെ അല്ലേ? അടുത്ത ദിവസം പോവാം. അടുത്ത നമ്മളൊരു ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ട്രെയിനുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് അതും വന്ന് ട്രൈ ചെയ്യാം. A train leaves station A towards station B at the speed of 50 km/h. After half an hour, another train leaves station B towards station A at 150 km/h. നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ റിലേറ്റീവ് സ്പീഡിന്റെ കൺസെപ്റ്റ് കൂടി അവിടെ വരുന്നുണ്ട്. ഇനി അവിടെ പക്ഷെ അവർ രണ്ടുപേരും ഒരേ സമയത്തല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ക്വസ്റ്റിന്റെ ഹൈലൈറ്റ്. ഇനി the distance between the stations is 725 km. The distance of the point from station A where the two trains are to meet is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പറയുന്നത് എന്താണ്? 2 സ്ഥലങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഇപ്പൊ 2 സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ എയും ബി ആണെന്ന് വിചാരിച്ചു.
അങ്ങനെ എയും ബിയും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് അവർ പറയുന്നത് നമുക്ക് ഈ പറയുന്ന 725 കിലോമീറ്റർ ആണ് പറയുന്നത്. 725 കിലോമീറ്റർ ആണ് മൊത്തം ഡിസ്റ്റൻസ്. ഇനി അവിടെ എയിൽ നിന്നൊരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ടുവേർഡ്സ് ബി അറ്റ് എ സ്പീഡ് ഓഫ് 50 കിലോമീറ്റർ പെർ അവർ. അപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിന് 50 കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് നമ്മുടെ ഈ പറയുന്ന ടുവേർഡ്സ് ബി പോകുന്നത്. ആൻഡ് അരമണിക്കൂറിന് ശേഷം ആഫ്റ്റർ ഹാഫ് ആൻ അവർ അനദർ ട്രെയിൻ ലീവ് സ്റ്റേഷൻ ബി ടുവേർഡ്സ് എ. നമ്മുടെ അടുത്ത ബിയിൽ നിന്ന്, നമ്മുടെ ഈ രണ്ടാമത്തെ പോയിന്റ് ബി ആണ്, നമ്മുടെ ഈ ബിയിൽ നിന്ന് അടുത്ത ട്രെയിൻ എയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത പോയിന്റിൽ നിന്ന് ബിയിൽ നിന്ന് നമ്മുടെ അടുത്ത ട്രെയിൻ നമ്മുടെ ഈ പറയുന്ന എയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആൻഡ് പോകുന്ന സ്പീഡ് നമുക്ക് അവിടെയും തന്നിട്ടുണ്ട്, 150 കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് പോകുന്നതെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ ചോദിക്കുന്നത് ഇവിടെ എയിൽ നിന്ന് ഇവർ രണ്ടുപേരും ഉറപ്പായിട്ട് ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ, നമ്മുടെ റിലേറ്റീവ് സ്പീഡിന്റെ കൺസെപ്റ്റ് ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ ഉറപ്പായിട്ട് ഇവിടെ വഴിക്ക് എവിടെങ്കിലും വെച്ച് മീറ്റ് ചെയ്യും. ലെറ്റ്സ് സേ എവിടെങ്കിലും വഴിയിൽ വെച്ച് ഉറപ്പായിട്ട് ഇവർ മീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നത് ഈ എയിൽ നിന്ന് നമ്മുടെ എയിൽ നിന്ന് ഈ മീറ്റ് ചെയ്ത ഡിസ്റ്റൻസ് വരെയുള്ള ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ എയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ബിയിൽ നിന്നുള്ളതല്ല, എയിൽ നിന്ന് ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്വസ്റ്റിലുള്ള ഒരു ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് രണ്ടുപേരും ഒരേ സമയത്തല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. എ സ്റ്റാർട്ട് ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് എന്താ പറയാ ആഫ്റ്റർ ഹാഫ് ആൻ അവർ അനദർ ട്രെയിൻ ലീവ് സ്റ്റേഷൻ ബി ടുവേർഡ്സ് എ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ട്രെയിൻ ബി അവിടെ നിന്ന് എടുക്കുന്നെങ്കിൽ ഈ അരമണിക്കൂർ കൊണ്ട് ഈ ട്രെയിൻ എയിൽ നിന്ന് എടുത്ത ട്രെയിന് എവിടെ എത്തിയിട്ടുണ്ടായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 50 കിലോമീറ്റർ പെർ അവറിലല്ല ട്രെയിൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ 50 കിലോമീറ്റർ, 50 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ 50 കിലോമീറ്റർ. പക്ഷെ ഒരു മണിക്കൂറല്ല, അരമണിക്കൂറാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് 50 കിലോമീറ്റർ പോകാൻ പറ്റുന്ന ട്രെയിന് അരമണിക്കൂർ കൊണ്ട് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും? ഓൾറെഡി ഒരു 25 കിലോമീറ്റർ പോയിട്ടുണ്ടായിരിക്കത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി എത്ര കിലോമീറ്റർ കൂടിയാണ് പോകാനുള്ളത്? ബാക്കി 700 കിലോമീറ്റർ അല്ലേ ഇനി ശരിക്കും പോകാനുള്ളത്? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇനി ഈ രണ്ട് ട്രെയിനും ഒരേ സമയത്തേക്ക് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്തേ നമുക്ക് ആൻസർ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഇനി ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരേ പോയിന്റ് സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ നമ്മൾ അതിനെ ആക്കിയിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇപ്പൊ എത്രയാണ്? 700 കിലോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് അവസാനം ആൻസർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം ഇവർ മീറ്റ് ചെയ്യാൻ എടുത്ത ആ ഒരു സമയം എത്രയാണ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ ടൈം ടേക്കൺ ബൈ ദം ടു മീറ്റ് ഈച്ച് അതർ എന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ് സ്പീഡിന്റെ കൺസെപ്റ്റ് ആണ് നമുക്ക് അവിടെ വരുന്നത്. ഇപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ ഡിസ്റ്റൻസ് എത്രയാണ്? 700 ആണ്. ബൈ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഓപ്പോസിറ്റിലാണ് വരുന്നുണ്ട്, സ്പീഡ് ആഡ് ആവും. അങ്ങനെയാണെങ്കിൽ 50 പ്ലസ് 150 നമുക്ക് 200 വരും. അങ്ങനെ നമുക്ക് ആ 700/200 എന്ന് പറയുമ്പോൾ നമുക്കത് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ആ സീറോസ് ഒക്കെ പോയി കഴിഞ്ഞാൽ 7/2 3.5 ഹവേഴ്സ് വരും. അപ്പൊ ഇവർ എപ്പോഴാണ് മീറ്റ് ചെയ്യുന്നത്? ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഈ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ അവർ മീറ്റ് ചെയ്യുന്നത് 3.5 മണിക്കൂർ കഴിയുമ്പോഴാണ് മീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ അവിടുന്ന് 3.5 മണിക്കൂർ ആണെങ്കിൽ നമ്മുടെ ഇവിടുന്ന് ഈ പറയുന്ന നമ്മുടെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യാൻ നമുക്ക് ഈ 3.5 മണിക്കൂറാണ് എടുക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം ആദ്യത്തെ അരമണിക്കൂറാണ് നമ്മൾ ഈ എടുത്തേക്കുന്നത് അല്ലെ? അരമണിക്കൂർ, ഹാഫ് ആൻ അവർ ആണ്, ഈ 0.5 അവർ ആണ് ഈ എടുത്തേക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ടോട്ടൽ അവിടുത്തെ ടൈം എന്ന് പറയുന്നത് എത്ര? ടോട്ടൽ മൊത്തം ഈ പറഞ്ഞ ചോദിച്ചേക്കുന്ന ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എന്ന് കഴിഞ്ഞാൽ മൊത്തം അവിടെ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര മണിക്കൂർ എടുക്കുന്നുണ്ട്? 4 മണിക്കൂർ എടുക്കുന്നില്ലേ? ഇപ്പൊ 3.5 മണിക്കൂർ അല്ല എടുക്കുന്നത്, മൊത്തം 4 മണിക്കൂർ എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ 3.5 മണിക്കൂർ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാം? ഈ ഒരു 3.5 മണിക്കൂർ കൊണ്ട് ആ എന്ന് സ്റ്റാർട്ട് ചെയ്ത ട്രെയിന് എത്ര പോയിട്ടുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ ആ എഴുതി വരച്ചേക്കുന്ന 3.5 മണിക്കൂറിന്റെ ഡിസ്റ്റൻസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ 3.5 മണിക്കൂർ കൊണ്ട് 3.5 അവേഴ്സ് കൊണ്ട് 50 കിലോമീറ്റർ പെർ അവറിൽ പോകുന്ന ട്രെയിൻ ആണെങ്കിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും? 3 × 50 150 ആൻഡ് 0.5 × 50 50ന്റെ പകുതി 25 കൂടി ചേർന്നിട്ട് 175 കിലോമീറ്റർ പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ 175 കിലോമീറ്റർ പോകുന്നത് ഈ 3.5 മണിക്കൂർ കൊണ്ടല്ലേ? പക്ഷെ അതിന് മുമ്പ് നമ്മൾ ഒരു 25 കിലോമീറ്റർ ഇവിടെ മാറ്റി വെച്ചിട്ടില്ലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ അവർ ചോദിച്ചിരിക്കുന്നത് ഫ്രം എ ഇവർ മീറ്റ് ചെയ്ത പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫ്രം എ ഈ പറയുന്ന മീറ്റ് ചെയ്തേക്കുന്നുള്ള ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഈ 175 കിലോമീറ്റർ വരും. അതിന്റെ കൂടെ നമ്മൾ ആദ്യമേ മാറ്റി വെച്ച 25 കിലോമീറ്റർ കൂടി ചേർക്കുമ്പോൾ മൊത്തം എത്ര കിലോമീറ്റർ വരുന്നുണ്ട്? 200 കിലോമീറ്റർ വരുന്നുണ്ട്. അവിടെ കാൽക്കുലേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് അവിടെ വളരെ കുറച്ച് കാൽക്കുലേഷനേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ട് പോലും ഇത്രയേ ഉള്ളൂ. പക്ഷെ ശരിക്കും അതിന്റെ പകുതി പോലും എഴുതേണ്ട ആവശ്യമില്ല നിങ്ങൾക്കറിയാം. പക്ഷെ ആക്ച്വലി നല്ല കൺസെപ്റ്റ് അവിടെ ഉണ്ട്.
അറിയാതെ എടുക്കാൻ അറിയാത്ത ഒരാളാണെങ്കിൽ, ഒരു വട്ടം പോലും ചെയ്തിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ കൺഫ്യൂസ് ആവാൻ സാധ്യതയുണ്ട്. ഒരു വട്ടമെങ്കിലും ചെയ്തിട്ടില്ലാത്ത ആളാണെങ്കിൽ, ഒരു വട്ടമെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്ക് അത് വലിയ കുഴപ്പം വരത്തില്ല, പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. പക്ഷെ ഒരു വട്ടമെങ്കിലും ചെയ്തിട്ടില്ലാത്ത ആളാണെങ്കിൽ കുറച്ച് കൺഫ്യൂസിംഗ് ആയിരിക്കും. ഇനി പലരും ഇക്വേഷൻ ഒക്കെ ഉണ്ടാക്കി എടുക്കാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ വളരെ നോർമൽ ആയിട്ട് ചെയ്തു പോയിരിക്കുന്നത് ഈവൻ ദോ ഇക്വേഷൻസ് തന്നെ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും, നമുക്കത് നമ്മുടെ രീതിക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിക്ക് എടുക്കാം. നിങ്ങൾക്ക് ഇവിടെ 3.5 മണിക്കൂറിന് കിട്ടി. ഈ 3.5 മണിക്കൂർ കൂടെ നമ്മൾ ഒരു ആദ്യം അരമണിക്കൂർ കൂടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ 3.5 മണിക്കൂറും നമ്മൾ അരമണിക്കൂർ കൂടി ചേർക്കുമ്പോഴത്തേക്ക് മൊത്തം 4 മണിക്കൂറാണ് എന്ന് എടുത്ത ട്രെയിന് പോയേക്കുന്നത്. ആൻഡ് പോകുന്ന സ്പീഡും നമുക്കറിയാം. അപ്പോൾ ടൈം നമുക്കറിയാം, സ്പീഡ് നമുക്ക് ഈ പറയുന്ന 50 km/h ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ എന്ന് എടുത്ത ട്രെയിന് ഈ പറയുന്ന ഫ്രം എ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും? നമ്മൾ ഈ 4 × 50 എന്നുള്ളത് എടുത്താൽ മതി, നമുക്ക് ഡയറക്ട്ലി 200 കിലോമീറ്റർ എന്നുള്ളത് കിട്ടും. അപ്പൊ ഏതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവുന്നത് ആ രീതിയിൽ നിങ്ങൾ എടുക്കുക. ഓക്കെ, ഇപ്പൊ നമുക്കിപ്പോ താഴെ ആ 3.5 കിട്ടിയോണ്ട് അത് വെച്ചുള്ള ഡിസ്റ്റൻസും എടുത്തിട്ട് പിന്നെ 25 ആഡ് ചെയ്യുന്ന കണക്ക് ചെയ്ത് പോയെന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ അതായിരിക്കും എന്ന് തോന്നിയുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഏതാ എളുപ്പം തോന്നുന്നു. ഇപ്പൊ ഞാൻ അതിന്റെ മറ്റേ സൈഡും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ആദ്യത്തെ മാറ്റി വെച്ച ടൈമും പിന്നെ കിട്ടുന്ന ടൈം കൂടി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഏതാ നിങ്ങൾക്ക് എളുപ്പം തോന്നുന്നു നിങ്ങൾ ആ മെത്തേഡ് ഫോളോ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ അത്യാവശ്യം വളരെ നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തൊരു ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ട്രെയിൻ റണ്ണിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 60 km/h ക്രോസ്ഡ് എ പോൾ ഇൻ 1.5 മിനിറ്റ്. ദ ലെങ്ത് ഓഫ് ദി ട്രെയിൻ ഈസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? പെട്ടെന്ന് ആൻസർ എടുത്തേ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ട്രെയിനിന്റെ ലെന്ത് എടുക്കുന്നത്? നമ്മുടെ ട്രെയിനിന്റെ ലെന്ത് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് പോലെ എടുക്കുന്നത്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ പോരെ. പക്ഷെ ഇവിടെ യൂണിറ്റ് ഒക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് ഒരെണ്ണം km/h, മറ്റേത് മിനിറ്റിൽ. ഇപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രെയിനിന്റെ ലെന്ത് എപ്പോഴും എന്തിലാണ് എടുക്കേണ്ടത്? മീറ്ററിലാണ് എടുക്കേണ്ടത്. ആണെങ്കിൽ കിലോമീറ്ററിനെ കൺവേർട്ട് ചെയ്യണം, ആ മിനിറ്റിനെ കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് അതെല്ലാം ഒന്ന് കൺവേർട്ട് ചെയ്യാം. അപ്പൊ സ്പീഡ് നമുക്ക് തന്നിരിക്കുന്നത് 60 km/h. അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇൻറ്റു 5/18 ചെയ്യണം. ഇനി ഇൻറ്റു ഇപ്പൊ നമ്മുടെ സ്പീഡായി, നമ്മളവിടെ സ്പീഡ് എടുത്തു. ഇൻറ്റു ഇനി ടൈം എടുക്കുകയാണെങ്കിൽ 1.5 മിനിറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ഈ 1.5 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് എടുക്കാം? നമുക്ക് 1.5 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 3/2 ആ. ആണെങ്കിൽ നമുക്ക് ആ 1.5 മിനിറ്റിനെ 3/2 മിനിറ്റ് എന്ന് എടുത്തൂടെ? ഞാൻ ആ 3/2 എന്നുള്ളത് അവിടെ ഇട്ട് കൊടുക്കുക. അപ്പൊ 3/2 ഇൻറ്റു, പക്ഷെ അത് മിനിറ്റാ, അതിനെ സെക്കൻഡിലാക്കാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 60 ചെയ്യേണ്ടത്. എന്നാൽ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 3/2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 3/2 ഇൻറ്റു 60 ചെയ്താലേ സെക്കൻഡിലേക്ക് മാറത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെടുത്തു? ടൈം എടുത്തു. അപ്പോൾ നമ്മുടെ സ്പീഡ് ഇൻറ്റു ടൈം ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടി. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ നമ്മൾ ക്യാൻസൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം 3 × 6 ആണ് 18. ആൻഡ് നമ്മൾ ഈ 2 വെച്ച് നമ്മൾ ഈ ഒരു 6നെ കൂടി ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 3 എന്ന് വരും. അങ്ങനെ 3 × 5 നിങ്ങൾക്ക് 15 എന്ന് വരും. പിന്നെ അവിടെ ബാക്കി 2 0 കൂടി ഉണ്ട്. സോ അങ്ങനെ നമുക്ക് 1500 മീറ്റർ എന്ന് നമുക്ക് കിട്ടും ആ ഒരു ട്രെയിനിന്റെ ലെന്ത്. അപ്പൊ അത് കുറച്ച് എന്താ പറയാ, ലോജിക്കലി അത്രയും ശരിയാവുന്നില്ല. ട്രെയിനിന്റെ ലെന്ത് 1.5 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കൂടി പോകുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന തന്നേക്കുന്ന ഓപ്ഷൻ അനുസരിച്ചാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന 1.5 കിലോമീറ്റർ ആയിരിക്കും കിട്ടുന്ന ആൻസർ. അല്ലെങ്കിൽ 1500 മീറ്റർ ആണ് ആ ട്രെയിനിന്റെ നീളം എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ എപ്പോഴും ലോജിക്കുള്ള ക്വസ്റ്റൻ വരാൻ സാധ്യതയില്ല. ഇങ്ങനത്തെ വലിയ ലോജിക് ഇല്ലാത്ത ചെറിയൊക്കെ ലോജിക് പ്രശ്നം വരുന്ന ക്വസ്റ്റൻസും വരാൻ സാധ്യതയുണ്ട്. ട്രെയിനിന്റെ നീളം 1.5 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് അധികം കൂടി പോകുന്നുണ്ട് അല്ലേ? ശരി, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സെഷനിലെ ഒരു ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. അപ്പൊ നമ്മുടെ ബോട്ട് ആൻഡ് സ്ട്രീമിലെ ക്വസ്റ്റൻ ആണ്. The speed of a boat in still water is 14 km/h. It goes 28 km downstream in 1 hour 45 minutes. Find the speed of this stream എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ബോട്ടിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്. ബോട്ടിന്റെ സ്പീഡ് നമുക്ക് 14 km/h എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആ സ്ട്രീമിന്റെ സ്പീഡ് നമുക്ക് അറിയത്തില്ല. നിങ്ങൾക്കറിയാം നമുക്കിവിടെ ഡൗൺ സ്ട്രീം പോകുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഡൗൺ സ്ട്രീം സ്പീഡ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ ഈ ബോട്ടും സ്ട്രീമും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? നമ്മുടെ ഡൗൺ സ്ട്രീം സ്പീഡ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ പറഞ്ഞേക്കുന്ന ആ കണ്ടീഷൻ വെച്ച് നമ്മളൊന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ പറയുന്ന ഡിസ്റ്റൻസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ബൈ നമുക്ക് അവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡൗൺ സ്ട്രീം ആയിട്ട് ഡൗൺ സ്ട്രീം സ്പീഡ് ആയിരിക്കും വരുന്നത്. ഡൗൺ സ്ട്രീം സ്പീഡ് അതെന്ന് പറയുന്നതാണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത്. ആ ടൈമും അവർ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ വാല്യൂ എല്ലാം കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന 28 കിലോമീറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു സ്പീഡ് നമുക്ക് അറിയത്തില്ല. നമുക്ക് അതിനെ ബോട്ട് പ്ലസ് സ്ട്രീം എന്ന് എടുക്കുകയാണെങ്കിൽ ബി പ്ലസ് സ്ട്രീം എന്ന് എടുക്കാം. ഈക്വൽ ടു നമ്മുടെ ടൈം തന്നേക്കുന്ന 1 മണിക്കൂർ 45 മിനിറ്റ് എന്ന് തന്നേക്കുന്നത്. അപ്പോൾ 1 മണിക്കൂർ 45 മിനിറ്റ് നമുക്ക് എങ്ങനെ എടുക്കാം? 1 + 45 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3/4 മണിക്കൂറാണ്. 3/4 എന്ന് പറഞ്ഞാൽ 3/4 എന്ന് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിനെ 45/60 എന്ന് എടുത്ത് കട്ട് ചെയ്തെടുത്താലും മതി. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് തന്നെ വരും? 3/4 എന്ന് വരും. ഓക്കെ, അപ്പോൾ അത് ഡയറക്റ്റ്ലി എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും നല്ലത്. നമുക്ക് 1 മണിക്കൂർ 3/4 മണിക്കൂർ. സോ 1 + 3/4 ആണ് അവിടെ വരുന്നത്. നമ്മൾ ഈ വാല്യൂ എല്ലാം കൂടി ഒന്നുകൂടി പ്രോപ്പർ ആക്കിയിട്ട് അങ്ങ് സോൾവ് ചെയ്യുവാണെങ്കിൽ 28 നമുക്ക് ബോട്ട് നമുക്ക് അറിയാം 14 ആണ്. പക്ഷെ സ്ട്രീം അറിയത്തില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ എസ് എന്ന് കൊടുക്കാം. ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 7/4 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 7ഉം ഈ 28 ക്യാൻസൽ ചെയ്താൽ 4 എന്ന് വരും. നമ്മൾ ഇനി ഇതൊന്ന് ക്രോസ് ചെയ്ത് സോൾവ് ചെയ്യുകയാണെങ്കിൽ
നിങ്ങൾക്ക് അവിടെ 14 പ്ലസ് എസ് ഈക്വൽ ടു 4 × 4 16 എന്ന് വരും. ആണെങ്കിൽ എസ് ഈക്വൽ ടു 14 ഇപ്പുറത്തൊന്ന് 16 നിന്ന് മൈനസ് ആയി കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? 2 എന്ന് വരും. 2 കിലോമീറ്റർ പെർ അവർ എന്ന് നമുക്ക് ആൻസർ വരും. 2 കിലോമീറ്റർ പെർ അവർ നമുക്ക് ആൻസർ വരും. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ഡി 2 കിലോമീറ്റർ പെർ അവർ ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഈ ഒരു സെഷനിൽ ഐ തിങ്ക് അറൌണ്ട് നമ്മളൊരു 15-16 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിട്ടുള്ളത് ഫ്രം വേരിയസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡിന്റെ ചാപ്റ്റേഴ്സിൽ നിന്ന്. അത് നിങ്ങൾക്കറിയാം, നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും നമ്മൾ ആ ക്വസ്റ്റ്യൻസിലൊക്കെ തന്നെ നമ്മൾ ഫോളോ ചെയ്ത മെത്തേഡ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഒന്നിലും വലിയ വലിയ ഇക്വേഷനിലേക്ക് പോയില്ല, ഒന്നിലും വലിയ ഫോർമുലാസിലേക്ക് ഒന്നും പോയില്ല. ചെറിയ ചെറിയ ഫോർമുലാസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, യൂഷ്വൽ കൺസെപ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ചെറിയ സ്കൂളിലെ വളരെ ചെറിയ ക്ലാസ്സിൽ തൊട്ടേ ഉപയോഗിക്കുന്ന നമ്മുടെ സ്പീഡ് ഈക്വൽ ഡിസ്റ്റൻസ് ബൈ ടൈമും അങ്ങനെയൊക്കെയുള്ള ഫോർമുലാസ്, അതുപോലെ വർക്ക് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈമും അങ്ങനെയുള്ള ചെറിയ ഫോർമുലാസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതർവൈസ് വലിയ വലിയ ഇക്വേഷനിലേക്കോ, അത് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ആയാലും ശരി, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ എമൗണ്ടിന്റെ ഫോർമുല ആയാലും ശരി, അങ്ങനെയുള്ള വലിയ വലിയ ഇക്വേഷനിലേക്ക് ഒന്നും നമ്മൾ പോയിട്ടില്ല. നമ്മൾ എല്ലാ ചാപ്റ്ററിൽ നിന്നും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ചാപ്റ്ററും അല്ല ചെയ്തിരിക്കുന്നത്, എല്ലാ ചാപ്റ്ററും. നമ്മൾ ഫസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ തുടങ്ങി ഇവിടെ ഇപ്പൊ നമ്മൾ ബോട്ട് ആൻഡ് സ്ട്രീം, ട്രെയിൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഏജസ്, അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് വേറെയും ചാപ്റ്റേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും ഒരുപാട് ചാപ്റ്റേഴ്സിൽ നിന്നാണ് നമ്മൾ ക്വസ്റ്റൻ സോൾവ് ചെയ്തത്. അപ്പൊ എല്ലാ ചാപ്റ്ററിലും ഈ ഒരു ചോദിച്ചിരിക്കുന്ന NTPCയിലെ പ്രീവിയസ് ക്വസ്റ്റൻ നമ്മൾ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാം ഏത് ഷിഫ്റ്റിലാണ് ചോദിച്ചത്, ഏത് ഡേറ്റിലാണ് ചോദിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ താഴെ എഴുതിയിട്ടുള്ളത് കാണാനും പറ്റും. ആൻഡ് എല്ലാ ക്വസ്റ്റനും നമ്മൾ സോൾവ് ചെയ്തതിന്റെ ഒരു പാറ്റേൺ, രീതികൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. വളരെ ഡിഫറെന്റ് ആയിട്ട്, ഓക്കെ, വളരെ സ്മാർട്ട് ആയിട്ട്, വളരെ ഡിഫറെന്റ് ആയിട്ട്, വളരെ ലോജിക്കലി, യൂഷ്വലി ബുക്കിലൊക്കെ ഫോളോ ചെയ്യുന്ന സൊല്യൂഷൻ ഒക്കെ ഒന്ന് മാറി നമ്മൾ വളരെ ലോജിക്കലി, വളരെ സിമ്പിൾ ആയിട്ടാണ് എടുത്തു പോയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുമ്പോഴും നമ്മൾ ഈ പറയുന്ന സ്കൂളിലൊക്കെ ചെയ്യുന്ന പോലത്തെ ഇടുന്ന എഫോർട്ട് പോലത്തെ വലിയ വലിയ എഫോർട്സ് ഇടണം എന്നൊരു നിർബന്ധം ഇല്ല. നമ്മൾ ഈ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വലിയ വലിയ എഫോർട്ട് ഇടണമെന്ന് നിർബന്ധമില്ല. ചെറിയ ചെറിയ രീതിയിൽ ലോജിക്കലി നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന പോലെയൊക്കെ എടുത്താലും നമുക്ക് എന്ത് കിട്ടും? വളരെ പെട്ടെന്ന് ആൻസറിലേക്കൊക്കെ നമുക്ക് എത്താൻ പറ്റും. പക്ഷെ അത് നമ്മൾ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അത്യാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ ഒരു വട്ടം ജസ്റ്റ് ഒരു വട്ടം കണ്ട് അങ്ങ് വിട്ടാലും ശരിയാവത്തില്ല. ഇപ്പൊ നിങ്ങൾ ഈ ഒരു സെഷനിൽ ഈ ക്വസ്റ്റൻസ് ഒക്കെ കണ്ടു, ചിലപ്പോൾ ഈ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഈ ക്വസ്റ്റൻസ് ഒക്കെ നേരത്തെയും കണ്ടിട്ടുള്ളവരായിരിക്കും. പക്ഷെ ചെയ്യുന്ന രീതി, ചില ക്വസ്റ്റനെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ ചില ക്വസ്റ്റൻസ് ഒക്കെ വളരെ ലെന്തി ആയിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. അത് നിങ്ങൾ എന്നോട് പറയുക കമന്റ് സെഷനിൽ, നിങ്ങൾ ചെയ്യുന്ന ഇങ്ങനെയാണോ, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരുന്നോ എന്നുള്ളത് നിങ്ങൾ പറയുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പിലോട്ട് വരുന്ന ഇനി ഇതിന്റെ ബാക്കി സെഷനിലും ഞാൻ നിങ്ങൾക്ക് ഇതേ മെത്തേഡും ഇതിന്റെ ഇംപ്രൂവ് ആയിട്ടുള്ള മെത്തേഡ്സും കുറച്ചുകൂടി ഷോർട്ട് ആയിട്ട് സ്റ്റെപ്സ് കുറയ്ക്കുന്നതും ഒക്കെ തന്നെ ഇനി മുമ്പിലോട്ട് വരുന്ന സെഷൻസിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ പറയുക, നിങ്ങൾ ഈ ക്വസ്റ്റൻസ് ഒക്കെ ഇങ്ങനെയാണോ ചെയ്യുന്നത്, അതോ നിങ്ങൾ വളരെ ലെന്തി ആയിട്ടാണോ ചെയ്തുകൊണ്ടിരുന്നത്, നിങ്ങൾക്ക് ഇതിലെ ഏത് മെത്തേഡൊക്കെ ഇഷ്ടപ്പെട്ടെന്നുള്ളത് ഡെഫിനറ്റ്ലി കമന്റ്സ് വഴി എന്നെ അറിയിക്കുക. അപ്പോൾ അത് ഞാൻ ചെക്ക് ചെയ്തിട്ട് ഇനി മുമ്പിലോട്ടുള്ള സെഷൻസിൽ ഇനി ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിൽ ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങളുമായിട്ട് ആ ഒരു സൊല്യൂഷൻസ് കൂടുതൽ ബെറ്റർ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എക്സാംസ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. ഒരുപാട് പേരും NTPC എക്സാംസ് ജൂണിൽ കാണും, ജൂലൈയിൽ കാണും എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരിക്കലും വിചാരിക്കില്ല. എക്സാംസ് എത്രയും പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. ലൈക്ക് ലെറ്റ്സ് സേ നമ്മുടെ ആ ഒരു ജൂൺ ജൂലൈയിലാണ് CGL എക്സാം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സാംസിന് മുമ്പേ നമുക്ക് ഈ പറഞ്ഞ NTPC എക്സാംസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഒരുപാട് പേരും ജൂൺ എന്നൊക്കെയാണ് പറയുന്നെങ്കിൽ പോലും നമുക്ക് ഈ പറയുന്ന എക്സാം അടുത്ത മാസം തന്നെ കാണും എന്നുള്ളത്, അല്ലെങ്കിൽ ഈ മാസം അവസാനത്തോടെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കും നിങ്ങൾ പോകേണ്ടത്. അല്ലാതെ ഒരിക്കലും എക്സാം ജൂണിലേ കാണത്തുള്ളൂ, ജൂലൈയിലേ കാണത്തുള്ളൂ, CGL കഴിഞ്ഞേ കാണത്തുള്ളൂ എന്നൊക്കെയുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കല്ലേ. അത് ഒരുപാട് ലേറ്റ് ആയിരിക്കും എന്ന് വിചാരിക്കല്ലേ. എത്രയും പെട്ടെന്ന് വരാൻ സാധ്യത ഉണ്ടെന്നായിരിക്കണം നിങ്ങൾ ആലോചിക്കേണ്ടത്. ബിക്കോസ് ഓൾറെഡി NTPC ഒക്കെ വിളിച്ചു കഴിഞ്ഞ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ മാസം ആയില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എപ്പോൾ വേണമെങ്കിലും വന്നൂടെ. സോ അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും എക്സാം വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വരാൻ നേരത്ത് നമ്മുടെ NTPCയും ഗ്രൂപ്പ് ഡിയുടെയും ഡേറ്റ്സ് ഒരുമിച്ചും വരാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ, പക്ഷേ ആ എക്സാംസ് പെട്ടെന്ന് തീരത്തുമില്ല. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ഇപ്പം നമ്മുടെ ഒരു RPF നടത്തുന്ന പോലെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സാംസ് നടത്തുന്ന പോലെ, ALP നടത്തുന്ന പോലെയൊക്കെ ഒരു 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ 4 ദിവസം കൊണ്ട് NTPCയും ഗ്രൂപ്പ് ഡി ഒന്നും തീർക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയാം, ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ NTPC നോക്കിയാൽ തന്നെ ഏകദേശം 1.3 crore സംതിങ് 1.29 crore കാൻഡിഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ അത്രയും കാൻഡിഡേറ്റ്സിന്റെ എക്സാം നടത്തുക എന്ന് പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് നടത്താന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അല്ല, അത്യാവശ്യം സമയം എടുക്കത്തില്ലേ. ഇപ്പോൾ SSC CGL എക്സാം പോലും 30-40 ലക്ഷം കാൻഡിഡേറ്റ്സിന് വേണ്ടിയാണ് നടത്തുന്നത്. അത് തന്നെ നടക്കുന്നത് 10 തൊട്ട് 15 ദിവസമൊക്കെ എടുത്തു, അതിൽ കൂടുതൽ എടുത്തിട്ടാ. ഇപ്പോൾ 1.29 crores എക്സാംസ് നടത്തണമെങ്കിൽ എത്ര നാളെടുക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത്യാവശ്യം സമയം എടുക്കത്തില്ലേ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരുപാട് സെന്റേഴ്സ് ഒക്കെ എടുത്ത് നടത്തിയാൽ പോലും നമുക്ക് ഈ പറഞ്ഞ എന്തായാലും കുറച്ച് ദിവസം എക്സാം എടുക്കുവേ. അപ്പൊ കുറച്ച് ദിവസം എക്സാം എടുക്കുമെങ്കിൽ അത് ജൂണിൽ ആയിരിക്കും എന്ന് നിർബന്ധമുണ്ടോ? ജൂൺ ജൂലൈയിലാണ് CGLന്റെ എക്സാം ഡേറ്റ്സ് കൊടുത്തേക്കുന്നത്. ചിലപ്പം അതിന് മുമ്പ് എക്സാം കണ്ടക്ട് ചെയ്യാനാണ് പ്ലാനെങ്കിൽ ആ എക്സാം കുറച്ച് നേരത്തെ തുടങ്ങത്തില്ല. എന്നാലല്ലേ ജൂണിന് മുമ്പ് നമുക്ക് ഈ എക്സാം തീർക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാക്കണം. എക്സാം ലേറ്റ് ആകുമെന്ന് വിചാരിച്ചിരിക്കില്ല. എക്സാം എത്രയും പെട്ടെന്ന് തന്നെ കാണും എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. സോ റെയിൽവേ NTPC പ്രിപ്പയർ ചെയ്യുന്നതിലും ശരി, ഗ്രൂപ്പ് ഡി പ്രിപ്പയർ ചെയ്യുന്നതിലും ശരി, എത്രയും പെട്ടെന്ന് എക്സാം കാണും. സോ എത്രയും പെട്ടെന്ന് സിലബസ് കംപ്ലീറ്റ് ചെയ്യണം, എത്രയും പെട്ടെന്ന് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ
പഠിച്ച ക്വസ്റ്റ്യൻസിനെ പലതവണ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിലും ഈ NTPCയുടെ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ഇവിടെ ഇതേപോലെ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ട് പ്രാക്ടീസ് ചെയ്യുന്നതും സ്പീഡ് കൂട്ടിയിട്ട് രണ്ടാമത് കാണുമ്പോൾ സ്പീഡ് കൂട്ടിയിട്ടൊക്കെ ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഡെഫിനറ്റ്ലി ചെയ്തു പോവുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിലെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ മെത്തേഡ്സ് ആണ് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നിയ പുതുതായിട്ട് പഠിക്കാൻ പറ്റിയെന്നുള്ളത് എന്നെ അറിയിക്കുക. അത് എനിക്ക് ഒരു മോട്ടിവേഷൻ ആയിരിക്കും ഇനി വരുന്ന സെഷനിൽ കൂടുതൽ മെത്തേഡ്സും ഷോർട്ട് കട്ട്സ് ഒക്കെ ഷെയർ ചെയ്യാൻ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം ഇതിലെ ഏത് ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വേണ്ടി എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമന്റ് ചെയ്യാം. നമുക്ക് കുറച്ചുകൂടി കൂടുതൽ വരുന്ന സെഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നല്ലപോലെ പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ഉടനെ തന്നെ ഇതിന്റെ റിമൈനിങ് ക്വസ്റ്റൻസ് ആയിട്ട് ഇനി വരുന്ന സെഷൻസ് നമുക്ക് ഇവിടെ തന്നെ വീണ്ടും മീറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാവർക്കും.